മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ സ്നേഹം, നമ്മുടെ പ്രണയം, ആദരവ്, കടപ്പാട് അത് പൂർണ്ണമാക്കാനുള്ള നമ്മുടെ ആദ്യ ശ്രമങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം. ആ പ്രവാചകൻ പഠിപ്പിച്ച മനോഹരമായ ജീവിത രീതികളും ചര്യകളും നമ്മുടെ കുടുംബങ്ങളിൽ, മക്കളിലൂടെ അത് നിലനിൽക്കണം. സാധാരണ ഒരു പ്രസംഗം നടക്കുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു വാചകല്ലേ, അത് കേൾക്കാതെ നിങ്ങൾ പ്രസംഗം കേട്ടക്കൂല. ഞാൻ അത് പറയാഞ്ഞ് എൻ്റെ സമയക്കുറവ് കൊണ്ട. എന്താണ്? വഖൈറൽ ഖലാമി കലാമുല്ലാഹ്. ഈ ലോകത്തിലെ വാക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് അള്ളാഹുവിൻ്റെ വാക്കുകളായ ഖുർആനാണ്. വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് ഒരു മനുഷ്യന് പിൻപറ്റാവുന്ന മാതൃകകളിൽ ഏറ്റവും നല്ല മാതൃക ഫുട്ബോൾ കളിക്കാരോ, സെലിബ്രിറ്റികളോ, സിനിമാ താരങ്ങളോ, രാഷ്ട്രീയക്കാരോ ഒന്നുമല്ല. അവർ മുടി വെട്ടിയതുപോലെ, അവർ കുപ്പായിട്ടതുപോലെ, അവർ പാൻറിട്ടതുപോലെ, അങ്ങനെയല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ലോകത്തിലെ ഒരു മനുഷ്യനെ അനുകരിക്കാവുന്ന, അനുധാപനം ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ മാതൃക. പറഞ്ഞാൽ പോരാ, സ്റ്റേജുമ പോരാ, നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, മക്കളിൽ, വളർത്തലുകളിൽ, സ്വഭാവ സവിശേഷതകളിൽ, മര്യാദകളിലൊക്കെ അതുണ്ടാവണം. അപ്പോൾ മനോഹരമായ ഒരു കുടുംബം പിറക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് അതൊരു വലിയ പാടേക്കാരം. അവർ മുഹമ്മദ് നബിയുടെ മാർഗത്തെ പിൻപറ്റുന്നവരാണ്, ആ മാർഗം മനോഹരമാണ് എന്ന് നമ്മുടെ ചുറ്റുപാടുകളെ അറിയിക്കാൻ ഇതിലും നല്ല ഒരു മാർഗം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ച് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ പരലോകത്ത് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബർക്കത്തുള്ള ഒരു മജ്ലിസായി ഈ സദസ്സിനെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കുടുംബത്തോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. കേരള നദുവത്തുൽ മുജാഹിദീന്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ സംസ്ഥാന വ്യാപകമായി ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അറിയുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷ്യം. ഇതാണ് ആ ക്യാമ്പയിന്റെ തലക്കെട്ട്. ഇതൊരു വലിയ ആശയമാണ്. വർത്തമാന കാലഘട്ടത്തിൽ ഈ ആശയത്തിന്റെ പ്രബോധനം ഏറ്റവുമേറെ പ്രസക്തമായി നിൽക്കുന്നു. നമ്മൾ കേരള നദുവത്തുൽ മുജാഹിദീനും അതിൻ്റെ യുവജന അല്ലെങ്കിൽ അതിൻ്റെ മറ്റു സംഘങ്ങളൊക്കെ ക്യാമ്പയിനുകൾ പ്രഖ്യാപിക്കുമ്പോൾ ആ ക്യാമ്പയിനിന്റെ വിഷയം ആ കാലഘട്ടത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു വിഷയമാവണം. തീവ്രവാദത്തിനെതിരെ, ലഹരിക്കെതിരെ, സ്ത്രീധനമടക്കമുള്ള സാമൂഹ്യ ദുരാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെയൊക്കെ നമ്മൾ ക്യാമ്പയിൻ പ്രഖ്യാപിക്കാറുണ്ട്. അതൊക്കെ ഞാൻ സംസാരിക്കുന്ന കാലഘട്ടത്തിലെ പ്രസക്തമായ വിഷയങ്ങളാണ്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷ്യം എന്ന തലക്കെട്ടിലാണ് ISM ഈ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ക്യാമ്പയിന്റെ ഭാഗമായി പല രൂപത്തിലുള്ള പ്രോഗ്രാമുകളാണ് സംഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉസ്റത്തുൻ ഹസന എന്ന പേരിൽ
ഓരോ ശാഖകളിലും പ്രദേശങ്ങളിലുമൊക്കെ ഇത്തരം കുടുംബത്തിന്റെ കൂട്ടായ്മകൾ നടത്തുക എന്നത്. ഈ കുടുംബ കൂട്ടായ്മകളിൽ നിന്നാണ് ഈ ആശയം നമ്മൾ പുറം ലോകത്തിന് എത്തിച്ചു കൊടുക്കേണ്ടത്. ഈ ഇരിക്കുന്ന നമുക്കാർക്കും ഒരു സംശയവുമില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് പഠിപ്പിച്ചു തന്ന ആ ജീവിത പദ്ധതിയാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജീവിത പദ്ധതി എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ ഏറെ മനോഹരമാക്കി തീർക്കുന്നുണ്ട്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്കുകൊണ്ട് പോലും മാനവികതയെ, മനുഷ്യത്വത്തെ പ്രവാചകൻ വേദനിപ്പിച്ചിട്ടില്ല. മനുഷ്യനും മാനവികതക്കും ദോഷകരമാകുന്ന ഒരൊറ്റ കൽപ്പന പോലും ആ പ്രവാചകന്റെ പാഠങ്ങളിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ടും സാമൂഹ്യ മാധ്യമങ്ങളും വർത്തമാനകാല സംവിധാനങ്ങളുമൊക്കെ നിരീക്ഷിക്കുന്ന എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാകും, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ തർക്കമില്ലാതെ നമ്മൾ മറുപടി പറയേണ്ടി വരും, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞ ക്രൂരന്മാരായ ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. അവരുടെ പേര് പോലും ലോകം മറന്നുപോയിരിക്കുന്നു. നമ്മുടെ മക്കൾ പഠിക്കുന്ന ചരിത്ര പുസ്തകങ്ങളിൽ പോലും അവരെ കുറിച്ച് പരാമർശങ്ങൾ ഇല്ലാതായിരിക്കുന്നു. കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കാൻ കാരണമായ, ലോകമഹായുദ്ധങ്ങൾക്ക് പ്രേരണയായവർ, ചരിത്രത്തിൽ നിന്ന് അവരൊക്കെ എല്ലാവരും മനഃപൂർവം അവരെ മറന്നുപോയിരിക്കുന്നു. എന്തിനാണ്? ഇത്രയൊന്നും മാനവികതക്ക് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ലാത്ത, മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയല്ലാതെ മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലാത്ത ആ പ്രവാചകനെ എന്തിനാണ് വർത്തമാനകാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നല്ല ലോകത്തിന്റെ ഏത് ഭാഗത്തും ഇത്രയേറെ വിമർശിക്കപ്പെടുന്ന, കുറ്റപ്പെടുത്തപ്പെടുന്ന, അപവാദത്തിന്റെ കൂരമ്പുകൾ കൊണ്ട് ഇത്രയേറെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടില് ഒരാള് അയാളുടെ നായയെ കൊല്ലാൻ തീരുമാനിച്ചു. ആ നായയെ കൊല്ലാൻ വേണ്ടി അയാൾ തെരഞ്ഞെടുത്ത മാർഗം എന്താ അറിയോ? നായയെ ഒരു കയറിൽ കെട്ടിയിട്ട് അയാളുടെ കാറിന്റെ പിറകിൽ കെട്ടി. എന്നിട്ട് റോഡിലൂടെ അതിവേഗത്തിൽ ആളുകൾക്കിടയിലൂടെ അയാൾ കാർ ഓടിച്ചു പോയി. ആ കയറിന്റെ തലക്കൽ കിടന്ന് ആ റോഡിൽ അങ്ങനെ ആ ശക്തമായ സഞ്ചാരത്തില് ആ നായക്ക് ജീവൻ നഷ്ടപ്പെട്ടു. സ്വാഭാവികം, അയാൾക്കെതിരെ വന്യമൃഗ സംരക്ഷണ നിയമപ്രകാരം, വളർത്തുമൃഗ സംരക്ഷണ നിയമപ്രകാരമൊക്കെ പോലീസ് ശക്തമായ കേസൊക്കെ എടുത്ത് മൂപ്പർ ജയിലിലെ. പക്ഷെ വിഷയമല്ല, ആ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചപ്പോ ആ വാർത്തക്കു കീഴെ വന്ന കമന്റുകൾ വെറുതെ ഒന്ന് പരിശോധിച്ചു. ഞാൻ വിചാരിച്ചത് ആ മനുഷ്യന്റെ ക്രൂരതയെക്കുറിച്ചും ആ മനുഷ്യന്റെ മനുഷ്യത്വമില്ലായ്മയെ കുറിച്ചുമൊക്കെ ആയിരിക്കും കമന്റുകളൊക്കെ. പക്ഷേ ആ കമന്റുകളിൽ ഒരാളും അയാളെ ആക്ഷേപിക്കുന്നില്ല. എല്ലാവരുടെയും ആക്ഷേപം പോകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. നായകളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ മുഹമ്മദിന്റെ അനുയായി അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും. നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന് പഠിപ്പിച്ച ദുഷ്ടപ്രവാചകന്റെ ആളുകളല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഓരോ കമന്റുകളും 14 നൂറ്റാണ്ട് മുമ്പ് ഇവർക്കൊന്നും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഈ ലോകത്തുനിന്ന് മൺമറഞ്ഞു പോയ ആ പ്രവാചകനെ ആക്ഷേപിക്കുന്ന വാക്കുകൾ. സത്യത്തിൽ ആരാ പ്രവാചകൻ? നമുക്കറിയാമല്ലോ. മരുഭൂമിയിലൂടെ ദാഹിച്ചു വലഞ്ഞു നടക്കുന്ന ഒരാൾ വെള്ളം തേടി ഒരു പൊട്ടക്കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ച് തിരിച്ചു കയറിയപ്പോ അതിന്റെ മുമ്പിൽ ദാഹം കൊണ്ട് നാവ് നീട്ടി നിൽക്കുന്ന ഒരു നായയെ കണ്ടപ്പോ ഏറെ പ്രയാസപ്പെട്ട് ആ കിണറ്റിൽ തിരിച്ചിറങ്ങി തന്റെ ഷൂവിൽ വെള്ളം നിറച്ച് വായ കൊണ്ട് കടിച്ചു പിടിച്ച് മേലേക്ക് കയറി ആ വെള്ളം ആ നായക്ക് കൊടുത്തപ്പോ ദാഹം തീർത്ത് ആ നായ വാലാട്ടിപ്പോയ കഥ പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ വിശക്കുന്ന ദാഹിക്കുന്ന നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ മാത്രം അയാളുടെ ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട് അയാൾക്ക് അല്ലാഹു സ്വർഗം നൽകിയ കഥ
ജീവിതത്തിന്റെ മാതൃകയാക്കാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്ന ആ മഹാനായ പ്രവാചകന്റെ പേര് മുഴുവനും അവർ ഉപയോഗപ്പെടുത്തിയത് ഈ മനുഷ്യന്റെ ദുഷ്ടതയ്ക്ക് പിന്തുണ നൽകാൻ. എന്തിനായിരിക്കും ഇങ്ങനെ? നമ്മുടെ നാട്ടിൽ ഒരാള് കുറെ 10-13 മദ്രസ കുട്ടികളെ പീഡിപ്പിച്ച് കാസർഗോഡ് വെച്ച് അയാൾ പിടിയിലായി. ആ പിടിയിലായ വാർത്തക്ക് താഴെ വന്ന കമന്റുകളൊന്ന് നോക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വികൃതമായി ചിത്രീകരിക്കുന്ന കമന്റുകൾ. ഇപ്പൊ തൊട്ടടുത്ത ദിവസം പോലും നമ്മുടെ നാട്ടിലുണ്ടായ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ഇതെന്താ സംഭവം എന്നറിയാം? വ്യാപകമായി ആരെങ്കിലും ഒരാളുണ്ട്, ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിലല്ല, വ്യാപകമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി ചിത്രീകരിക്കുന്ന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന, ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ വേണ്ടാത്തരങ്ങൾക്കും വൃത്തികേടുകൾക്കും പിന്നിൽ ആ പ്രവാചകന്റെ പാഠങ്ങളാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന അതിവ്യാപകമായ ആസൂത്രിതമായ ഒരു ശ്രമം. വിചാരിക്കും ഇതെങ്ങനെ ആഗോളതലത്തിൽ? കേരളം എന്ന് പറഞ്ഞാൽ പ്രബുദ്ധ സംസ്ഥാന, നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും അത് വ്യാപകമായി നടക്കുക. ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ അതിന്റെ പേരുകൾക്കിടയിൽ ഒരു അറബി പേരുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഭാരവും ഈ പ്രവാചകന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ ഞാൻ വന്നപ്പോ നമ്മൾ കേട്ടല്ലോ, ഒരു 13 വയസ്സുകാരി തന്റെ മുത്തച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ സംഘത്തിന് കൊട്ടേഷൻ കൊടുത്ത ഒരു വാർത്ത. ആ വാർത്തയിൽ ഒരു ഇത്തിരിയെങ്കിലും ആശ്വാസം തോന്നുന്നത് എവിടെയാണ്? നിങ്ങൾ ആ പേരുകളിൽ എവിടെയും ഒരു അറബി പേരില്ല എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ചർച്ചകളൊക്കെ എത്ര പെട്ടെന്ന് അവസാനിക്കുന്നത്, അതിന്റെ കമന്റുകളൊക്കെ എത്ര മാർദ്ദവമായിട്ടാ, എത്ര പിന്നെ സൗമ്യമായിട്ടാ മുന്നോട്ട് പോകുന്നത്. അതെ, ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ISM സമൂഹത്തിന്റെ മുമ്പിൽ ഉറക്കെ പറയാൻ തീരുമാനിച്ചേക്കുക. എന്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ മാനവിക മൂല്യങ്ങളുടെയും നേർരൂപമാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാനവികതയോളം മനോഹരമായ ഒരു മാനവികതയും ലോകത്താരും പറഞ്ഞില്ല. കഴിഞ്ഞ ഒരു ലോകകപ്പ് ഫുട്ബോൾ നടന്നല്ലോ അമേരിക്കയിൽ. ഫുട്ബോൾ വീക്ഷിച്ചിട്ടുള്ള, ഫുട്ബോളുമായിട്ട് മനസ്സടുപ്പമുള്ള ആളുകൾക്കറിയാം, അമേരിക്കയിൽ നടന്ന ഈ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെടുക ഏതെങ്കിലും അതിമനോഹരമായ ഒരു കളിയുടെ പേരിലായിരിക്കില്ല. അത്ര ത്രസിപ്പിക്കുന്ന ഒരൊറ്റ മത്സരം പോലും ആ ലോകകപ്പിന്റെ ഒരു റൗണ്ടിലും നടന്നിട്ടില്ല എന്ന് കളി കാണുന്നവർക്കറിയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ താരത്തിന്റെ ഉദയത്തിന്റെ പേരിൽ ഈ ലോകകപ്പ് ചർച്ച ചെയ്യൂല. കഴിഞ്ഞ ലോകകപ്പ് ലോകത്തിന് കൊടുത്ത സംഭാവനകളല്ലാതെ ഈ ലോകകപ്പ് പുതിയ ഒരു താരത്തിന്റെ ഉദയവും പിന്നെ ലേശങ്ങളും പറയാനുള്ളത് നമ്മളെ കോപ്പ് വർദ്ധയുടെ ആ 40 വയസ്സുകാരൻ്റെ അത് പണ്ടായതല്ല, ലോകകപ്പിൽ ഇപ്പൊ വന്നു. ആ വിഷയത്തിലൊന്നും ഈ ലോകകപ്പ് ചർച്ച ചെയ്യപ്പെടില്ല. ഈ ലോകകപ്പ് ചർച്ച ചെയ്യപ്പെടുക വംശീയതയുടെ പേരിലായിരിക്കും, നിറത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ മനുഷ്യരെ അകറ്റി നിർത്താൻ ശ്രമിച്ച ഒരു ലോകമാമാങ്കത്തിന്റെ പേരിലായി. ആഫ്രിക്കക്കാരനായ കറുത്തവനായ റഫറിയെ കളി നിയന്ത്രിക്കാൻ ഫിഫ ആഗ്രഹിക്കുമ്പോൾ പോലും അമേരിക്കയിൽ അയാൾ കാലുകുത്താൻ പാടില്ല എന്ന് പറയുന്ന ഏറ്റവും മോശപ്പെട്ട മാനവികതയുടെ പേരിലായി. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ലോകകപ്പ് ഇതല്ല, ഇതിന്റെ മുമ്പത്തെ ഖത്തറിൽ നടക്കുമ്പോ ഇതിന്റെ ഉദ്ഘാടന വേദിയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. ഖത്തർ ലോകകപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് ഒരു വിശുദ്ധ ഖുർആനിന്റെ ആയത്തുമായി ബന്ധപ്പെട്ടാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതഅറഫു. മനുഷ്യരെ, നിറത്തിന്റെ പേരിലോ വംശത്തിന്റെ പേരിലോ ജനിച്ച നാടിന്റെ പേരിലോ നിങ്ങളുടെ മറ്റേതെങ്കിലും ഭൗതികമായ വ്യത്യാസത്തിന്റെ പേരിലോ നിങ്ങൾ ആരും ആരെക്കാളും ഒട്ടും വലിയവരോ ചെറിയവരോ അല്ല. നിങ്ങൾ എല്ലാവരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. അപ്പൊ നമ്മളൊക്കെ ആലോചിച്ച്, ഒരു ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന വേദിയിൽ ഈ ആയത്തിന് എന്ത് പ്രസക്തി ഉണ്ട്? ആ പ്രസക്തി മനസ്സിലാക്കാൻ 4 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. മാനവികതയുടെ ഏറ്റവും മനോഹരമായ, എവിടെ ജനിച്ചാലും നിറമേതായാലും വംശപരമ്പരകൾ ഏതായാലും ദേശവും ഭാഷവും ഏതായിരുന്നാലും മനുഷ്യരെല്ലാവരും
ഒരേ മാതാവിന്റെയും പിതാവിന്റെയുമാണ് എന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ആ മാനവികത ലോകത്തിന് പറഞ്ഞു കൊടുത്ത പ്രവാചകൻ. നിങ്ങൾ നോക്കി, നമുക്ക് ധൈര്യമായിട്ട് പറയാലോ. നമുക്ക് നിങ്ങളൊന്ന് ഒരു വിമർശനാത്മകമായിട്ട് പഠിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് കൽപ്പനയാണ്, ഏത് പാഠമാണ്, പ്രവാചകന്റെ ഏത് ഉപദേശമാണ്, പ്രവാചകന്റെ ഏതു ജീവിതചര്യയാണ് ഈ ലോകത്ത് മനുഷ്യനും മാനവികതക്കും എന്തെങ്കിലും ഒരു പ്രയാസം? നീ നിന്റെ വീട്ടിൽ വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങും മുമ്പ് നിന്റെ അയൽവാസിയുടെ വാതിലൊന്ന് കൊട്ടണം. അത് ബംഗാളി ആയാലും നേപ്പാളി ആയാലും ആസാമി ആയാലും പണിക്ക് വന്നവനായാലും പണിയില്ലാത്തവനായാലും അത് അവൻ ലോഡ്ജിൽ പാർക്കുന്നവനായാലും അവൻ കൂടാരം കെട്ടി പാർക്കുന്നവനായാലും എന്റെ വീട്ടിൽ ഞാൻ ഭക്ഷണം വിളമ്പും മുമ്പ് ഒന്ന് കൊട്ടണം. നിങ്ങൾ വല്ലതും തിന്നിട്ടുണ്ടോ? അവന്റെ വിശപ്പറിയാതെ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ വിശപ്പ് മാറ്റിയാൽ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പുറത്താകുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അയൽക്കാരന്റെ വിശപ്പ് എൻ്റെ വിശ്വാസത്തിന്റെ ആത്മീയതയുടെ ഭാഗമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. ആ പ്രവാചകനോളം ലോകത്തിന്റെ മാനവികതയോട് സംസാരിച്ച, സല്ലപിച്ച, ചേർത്ത് പിടിച്ച വേറെ ആരുള്ളത്? എന്നിട്ടും എന്തിനാ ഒരു പ്രവാചകനെ വേട്ടയാടുന്നത്? എന്തിനാ പിന്നാലെ കൂടുന്നത്? ഇതൊന്നും അറിയാതെ 14 നൂറ്റാണ്ട് മുമ്പ് അറേബ്യയുടെ ആ ഭൂമികയിൽ ഈ ലോകത്തോട് യാത്ര ചോദിച്ചു പോയ ആ പ്രവാചകന്റെ പേര് ഇന്ന് ലോകത്ത് നടക്കുന്ന വേണ്ടാത്തരങ്ങളുടെ പേരുകളിലേക്ക് എന്തിനാണ് ഇവർ വലിച്ചു ചേർക്കുന്നത്? ഈ നടക്കുന്ന ഏതെങ്കിലും വേണ്ടാത്തരത്തിന് ആ പ്രവാചകന്റെ പിൻബലമുണ്ടോ? യുദ്ധത്തിന് പോകുന്ന നമുക്കറിയാലോ, ഇന്ന് മനുഷ്യൻ ഏറ്റവുമേറെ പുരോഗതി കൈവരിച്ച കാലത്ത് പോലും ലോകത്തിൽ ഏറ്റവുമേറെ വിഷമം അനുഭവിക്കുന്നത് 2 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഒന്ന്, യുദ്ധ തടവുകാരായ ആളുകൾ. 2, യുദ്ധത്തിന്റെ പേരിൽ അഭയാർത്ഥികളാക്കപ്പെട്ടവർ. പശ്ചിമേഷ്യയിൽ ലോകത്തിൽ സാമ്രാജ്യത്വ മേലാളന്മാർ യുദ്ധം നടത്തിയ രാജ്യങ്ങളിലൊക്കെ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന, നൂറ്റാണ്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾ. കാരണം എന്താ അറിയോ? ഒരു പട്ടാളം ഒരു നാട്ടിലേക്കാണ് കയറിയാൽ പിന്നെ അവിടെ നീതി അനീതികളില്ല, ധർമാധർമ്മങ്ങളില്ല. ഓല ഇഷ്ടം പാപ്പയില്ലാത്ത മക്കളുണ്ടാവും. ആരാണ് തന്റെ കൂടെ ഇന്നലെ ഉണ്ടായത് എന്നറിയാതെ നേരം പുലർന്ന് പിന്നെ ഗർഭിണിയായി മാറുന്ന സ്ത്രീകൾ ഉണ്ടാവും. കാരണം തോക്കിന്റെ ബലത്തില എന്തും നടക്കും. അവിടെ ചോദിക്കാൻ ആരുമില്ല, കോടതികളില്ല, കേസുകളില്ല, പോലീസുകളില്ല, പഞ്ചായത്തും കോർപ്പറേഷനുമില്ല. ഉള്ളതാകെ തോക്കിന്റെ സൂചിത്തലപ്പുകൾ മാത്ര. അവിടെ എന്ത് നടക്കും? കൊല്ലപ്പെടും, കൊള്ളയടിക്കും, നശിപ്പിക്കും, പക വീട്ടും. 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നാട്ടിലേക്ക് ഒരു സൈന്യം പുറപ്പെടേണ്ടി വരുമ്പോ ആ സൈന്യത്തിന്റെ തലവന്റെ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് പ്രവാചകൻ നടക്കും. ആ നടക്കുന്ന നടത്തത്തിൽ പ്രവാചകൻ അവരോട് പറയും, സ്ത്രീകളെ ഉപദ്രവിക്കരുത്, കുട്ടികളെ ഉപദ്രവിക്കരുത്, വൃദ്ധന്മാരെ ഉപദ്രവിക്കരുത്, ഇതര മതത്തിന്റെ പൂജാരിമാരെ അവരെ ഉപദ്രവിക്കരുത്, മരങ്ങൾ മുറിക്കരുത്, മൃഗങ്ങളെ കൊല്ലരുത്, കൃഷിയിടങ്ങൾ നശിപ്പിക്കരുത്, മറ്റുള്ളവരുടെ ദേവാലയങ്ങൾ നശിപ്പിച്ചു കളയരുത്. വലിയ യുദ്ധത്തിന്റെ ആളാണ്, യുദ്ധക്കൊതിയനാണ് എന്നൊക്കെ ആക്ഷേപിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ പ്രവാചക ജീവിതത്തിന്റെ ഇടക്ക് പ്രവാചകന്റെ കൽപ്പനപ്രകാരമുണ്ടായ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളിൽ ആകെ മരിച്ചവർ എത്രയുണ്ട് എന്ന് ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏകദേശം 1000-ഓളം അല്ലെങ്കിൽ 1000-ന്റെ പുറത്തേക്ക് ഇത്തിരി. ഞാൻ പറഞ്ഞല്ലോ, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ക്രൂരന്മാർ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അവരുടെ പേര് ചരിത്രത്തിൽ വായിക്കുമ്പോ ഒന്നും തോന്നാതെ നമ്മൾ ആ പേജ് മറിച്ചു കളയുന്നു. അവർക്ക് മതങ്ങൾ ഉണ്ടായിരുന്നു. ആ മതത്തിന്റെ അനുയായികൾ ഇന്ന് ലോകത്ത് ജീവിക്കുന്നുണ്ട്. എന്നിട്ട് അവർ ചെയ്ത കുറ്റത്തിന് ആരും ആ മതത്തിന്റെ പേരിൽ എഴുതിയില്ല, ആ മതത്തിന്റെ അജണ്ടയിൽ എഴുതിയില്ല. അവർ ചെയ്ത കുറ്റങ്ങളെ ഇതുമായി അത് വേറെ. പക്ഷേ ഒരു മുസ്ലിം അറബി പേരുള്ളവരാണ് ഇപ്പോ അങ്ങനെ അങ്ങോട്ട് ആക്കി തീർക്കുക. എന്തൊക്കെയോ ഈ സമൂഹത്തോടുള്ള വെറുപ്പ് തീർക്കാൻ വേണ്ടി എന്തൊക്കെയോ അങ്ങോട്ടാവുക. ഇപ്പൊ ഇന്നും ഇന്നലെയൊക്കെ സമൂഹത്തിലെ വലിയ ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളിലെ മക്കനയിട്ട പെൺകുട്ടികളുടെ ഓണാഘോഷത്തിന്റെ സമൃദ്ധമായ രൂപങ്ങളാണ്. അല്ലേ?
ആരൊക്കെ ഓണാഘോഷിക്കുന്നുണ്ട്? അതൊന്നും പ്രസക്തമല്ലല്ലോ. മക്കനയിട്ട കുട്ടികൾ ചാടുന്നതാണ് മാധ്യമങ്ങൾക്ക് മൂല്യമുള്ള ചിത്രങ്ങൾ. ഞാൻ ഒരു കുട്ടി ഒരു കോളേജിലെ ക്ലാസ്സിന് വേണ്ടി ഇപ്പൊ വിളിച്ചപ്പോ ഞാൻ ആ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, അവള് കുറെ ചിത്രങ്ങൾ അയച്ചു തന്നു, കോളേജിലെ കുറെ കാര്യങ്ങളുടെ ചിത്രങ്ങൾ, വീഡിയോകളൊക്കെ, ഇങ്ങനത്തെ വീഡിയോ തന്നെ. അപ്പോ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഇത്രയൊക്കെ മക്കനയിട്ട കുട്ടികൾ നിങ്ങളെ ക്ലാസ് കോളേജിലുണ്ടോ? ഇത്രയൊക്കെ എത്രമാനം കുട്ടികൾ, നിങ്ങൾ മക്കനായിട്ട് ചാടുന്ന കുട്ടികൾ, ഇത്രയൊക്കെ മക്കനായിട്ട് കുട്ടികൾ നിങ്ങളെ സ്ഥാപനത്തിലുണ്ടോ? അപ്പൊ ആ കുട്ടി പറയാം, സാറേ ആ മക്കന സ്ഥിരം മക്കനല്ല, അതുപോലെ ചുറ്റിയ സാരിയുടെ ഭാഗ, നാളെ സാരി ചിരിച്ചു കൊടുക്കുമ്പോ ആ മക്കനെയും ചിരിച്ചു കൊടുക്കും. അപ്പൊ എന്താ അങ്ങനെ? അത് മക്കനായിട്ട് ചാടിയാല് ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളിൽ മൂല്യമുള്ളൂ അത്രേ. നമ്മൾ വിചാരിക്കുന്നത് ചോനെ ഈ മക്കനെയും ഉൾക്കയും പുറത്തേക്ക് ഇട്ട് ഈ കുട്ടികൾ എങ്ങനെ ഇപ്പൊ ഇങ്ങനെ ചാടുന്നത്? അതങ്ങനെയാണ്. എല്ലാത്തിന്റെ പിന്നിലും അജണ്ടകളുണ്ട്, എല്ലാത്തിന്റെ പിന്നിലും മറച്ചു വെക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോ ഇവിടെ നമുക്കിനി നിശബ്ദരാവാൻ പറ്റൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് അറബികൾക്കിടയിൽ വ്യാപകമായ കവിതകൾ ഉണ്ടായ ഒരു കാലം, പ്രവാചകനെ നിശിതമായി വിമർശിക്കുന്ന കവിതകൾ കൊണ്ട് അറേബ്യയുടെ തെരുവുകൾ അങ്ങനെ നിറഞ്ഞു. അവർക്ക് കവിത വലിയ ഇഷ്ടം. ഇന്നും അറബി കോളേജുകളിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ അറബി സാഹിത്യം പ്രധാന വിഷയമായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കുക, ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ ഏറ്റവും മനോഹരമായ സാഹിത്യ സമ്പുഷ്ടമായ അറബി കവിതകളുടെ ഉദാഹരണമായിട്ട് ഇപ്പോഴും പഠിപ്പിക്കപ്പെടുന്നത് ആ കാലഘട്ടത്തിലെ ഇമ്രുൽ ഖൈസിനെ പോലെയുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ച കവികളുടെ കവിതകൾ. അറബ് സാഹിത്യത്തിലെ അത്യുജ്വലമായ കാലഘട്ടമായിരുന്നു അത്. അവർ പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് കവിത എഴുതിയപ്പോ ആ കവിതകൾ സമൂഹത്തിൽ വല്ലാതെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി ചോദിക്കുന്നുണ്ട്, ആരാണ് ഇതിന് ഉത്തരം കൊടുക്കുക? പ്രവാചകൻ കവിയല്ല. അപ്പൊ പ്രവാചകന്റെ സദസ്സിലുണ്ടായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത്, ഷാഇറു റസൂലില്ല, പ്രവാചകന്റെ കവി എന്നാണ് പിൽക്കാലത്ത് ചരിത്രം അദ്ദേഹത്തെ രേഖപ്പെടുത്തിയത്. അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, റസൂലെ, ഞാൻ ഉത്തരം കൊടുക്കാം, അതിന് മറുപടി ഞാൻ കൊടുക്കാം. ഹസ്സാന്റെ തൂലികയിൽ നിന്ന് വളരെ മൂർച്ചയുള്ള കവിതകൾ ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ തലയിൽ കൈവച്ച് അദ്ദേഹത്തിന് ശക്തി കിട്ടാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചു. പിന്നീട് അങ്ങോട്ട് കവിതകളുടെ യുദ്ധമായിരുന്നു. പ്രവാചകനെ ആക്ഷേപിക്കുന്ന, പ്രവാചകന്റെ ആശയങ്ങളെ ആക്ഷേപിക്കുന്ന കവിതകൾക്ക് നിമിഷ നേരത്തിൽ ഹസ്സാൻ മനോഹരമായ മറുപടികൾ കൊടുത്തു. ഇവിടെ നമുക്ക് പ്രവാചകനെ ആക്ഷേപിക്കുന്നവർക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട്. റോഡുകളിലൊക്കെ അങ്ങനെ അലങ്കാരങ്ങളല്ലേ? എന്താ പറയുക, ഞാനിങ്ങനെ പോന്നപ്പോ അങ്ങനെ ഈ റോഡിലേക്ക് തിരിയുമ്പോഴാണ് അലങ്കാരത്തിന്റെ രൂപം ഇവിടെ കാണുന്നത്. അങ്ങനെ ചിലയിടങ്ങളിലൊക്കെ ഉണ്ട്. എന്താ കാരണം? പ്രവാചകനെ സ്നേഹിക്കുകയാണ്. പ്രവാചക സ്നേഹം. ആരാണ് നമുക്ക് പ്രവാചകൻ? നമുക്കാരാ പ്രവാചകൻ? നമ്മുടെ ബാപ്പാനേക്കാൾ, നമ്മുടെ ഉമ്മാനേക്കാൾ, നമ്മുടെ മക്കളെക്കാൾ ലാ യുഅ്മിനു അഹദുക്കും അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സ്നേഹത്തിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു പോയിട്ട് വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഈ ഉമറിന്റെ സ്വന്തം ജീവൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം നിങ്ങളെ കേട്ടോ. അല്ലേ? സ്നേഹത്തിന്റെ ഏറ്റവും വലിയ, ഈ ലോകത്ത് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വാക്ക്. എന്റെ റസൂൽ പറഞ്ഞേ, നന്നായി ഉമറെ, ഈ നല്ലോനാണ് എന്നല്ല പറഞ്ഞേ. എന്തേ പറഞ്ഞേ? ഉമറെ, നിന്റെ വിശ്വാസത്തില് ഇപ്പോഴും ഒരു അപൂർണത ഉണ്ടല്ലോ, ഇതങ്ങോട്ട് പൂർത്തിയായിട്ടില്ലല്ലോ. ഉമർ ഞെട്ടി. ഇനി എന്താ റസൂലെ ബാക്കിയുള്ളത്? അവരങ്ങനെയാണ്, ഒരു ചെറിയ പഴുതുപോലുമില്ലാതെ മുഴുവനും പൂർണ്ണ. നമ്മളെന്താണ്, അത്രയൊക്കെ മതി, അത്രയൊക്കെ ചെയ്യണില്ലേ, മറ്റോലിപ്പോ അത്രയും ചെയ്യണില്ലല്ലോ, ഞാനൊക്കെ സ്വർഗത്ത് പോയില്ലെങ്കിൽ ഇനിയിപ്പോ എറണാകുളത്ത് നിന്ന് വേറെ ആരാ ഉണ്ടാവുക, അതുകൊണ്ട് ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കുന്ന ആളുകൾക്കിടയിൽ ഉമറും സഹാബത്തും അങ്ങനെയല്ല, പൂർണ്ണമാവണം എന്ന് കൊതിച്ചവരാ. ഉമർ ചോദിച്ചു, എന്തേ നബിയെ ബാക്കിയുള്ളത്? അവർ റസൂൽ പറഞ്ഞതാ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഇലൈ മിൻ വാലിദി വവലദി വന്നാസി അജ്മഈൻ. ബാപ്പ, ഉമ്മ, മക്കള്, സ്വന്തത്തെക്കാളേറെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകുവോളം നിങ്ങളെ വിശ്വാസം മുഴുവനാവൂല. ഉമർ തിരുത്തി.
എങ്കിൽ റസൂലെ, ഈ സമയം മുതൽ മറ്റാരെക്കാളേറെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. റസൂല് പറഞ്ഞു, അൽ ആൻ യാ ഉമർ, ഉമറെ. ഷറായി. ഉമറിന് മാത്രമായിട്ട് ഇസ്ലാമിലൊരു നിയമല്ല, അത് എനിക്കും നിങ്ങൾക്കൊക്കെ ബാധക. ഒരു വെള്ളക്കടലാസ് കയ്യിൽ തന്നിട്ട് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പേരെഴുതുമ്പോ 1, 2, 3 എന്ന് നമ്പറിട്ട് എഴുതുമ്പോ എത്രാമത്തെ നമ്പറിൽ നമുക്ക് അള്ളാന്റെ ഹബീബിന്റെ പേരെഴുതാൻ പറ്റും? സത്യസന്ധമായിട്ട് അത് 1 ആകുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ഈ ലോകത്ത് പൂർണ്ണമാവുക, അല്ലേ? അത്രയേറെ നമ്മൾ സ്നേഹിക്കേണ്ട നമ്മുടെ പ്രവാചകനെ കുറിച്ച് ഈ രൂപത്തിൽ മ്ലേച്ഛമായ മോശപ്പെട്ട അബദ്ധങ്ങളും അതേപോലെ പ്രവാചകനെ കുറിച്ച് ദുരാരോപണങ്ങളും പെരുമഴ പോലെ ചെയ്യുമ്പോ ഞാനൊന്നും കേട്ടില്ലേ, ഞാനൊന്നും അറിഞ്ഞില്ലേ, പറയണോര് പറഞ്ഞോട്ടെ, എനിക്കിപ്പോ എന്താ? നമ്മളെ വാപ്പാനെ പറ്റി ഒരാള് ഈ പള്ളിന് മുമ്പ് ഒന്ന് വർത്താനം പറഞ്ഞാല് എന്താ സംഭവിക്കുക? നമ്മളെ ഉമ്മാനെ പറ്റി ഒരാള് മോശപ്പെട്ട് സംസാരിച്ചാല് എന്ത് പറ്റുക? നമ്മളെ പറ്റി നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ച് ഒരാള് മോശപ്പെട്ട് സംസാരിച്ച എന്താ പറ്റുക? ചോര തളക്കൂലേ, രോമം എണീക്കൂലേ, പിന്നെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റൂല. പക്ഷേ അതിലേറെ ഞാനും നിങ്ങളും സ്നേഹിക്കേണ്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ ഈ രൂപത്തിൽ ഇങ്ങനെ തേജോവധം ചെയ്തിട്ട് ഒരു വേദനയും ഒരു സങ്കടവും ഒരെടങ്ങേറും നമുക്ക് തോന്നുന്നില്ലെങ്കിലേ നമ്മുടെ ഇസ്ലാം ഡ്യൂപ്ലിക്കേറ്റാ, നമ്മുടെ ഈമാൻ ഡ്യൂപ്ലിക്കേറ്റാ, ഒറിജിനൽ ആയിട്ടില്ല എന്നർത്ഥം, അല്ലേ? ഉഹദിന്റെ രണാങ്കണം ഒരു വേള മുസ്ലിങ്ങൾക്കിടയിൽ പരാജയത്തിന്റെ ഒരു കാശ് പ്രവാചകന്റെ വാക്ക് ലംഘിച്ചപ്പോ പരാജയത്തിന്റെ കയ്പ് നീരുണ്ടായി തുടക്കത്തില്. അതിൻ്റെ ഇടക്ക് മുസ്ലിങ്ങളുടെ പതാക വഹിച്ചത് മുസ്അബ് ബിൻ ഉമൈർ ആയിരുന്നു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ശത്രു വെട്ടിക്കൊന്നു, തലയേറ്റു വീണു. പക്ഷെ ആ വെട്ടിയ ആൾക്കറിയില്ല ഇത് മിസ്അബാണ് വീണതെന്ന്. കയ്യിൽ പതാക കണ്ടപ്പോ അയാൾ ഉറക്ക വിളിച്ചു പറഞ്ഞു, ഇന്നി ഖതൽതു മുഹമ്മദൻ. എന്താ അർത്ഥം? മുഹമ്മദിനെ ഞാൻ കൊന്നിരിക്കുന്നു എന്ന് അയാൾ ഉറക്കെ. ഇത് കേട്ടപ്പോ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പോരാളികൾക്ക് പോലും തോന്നി, വിശുദ്ധ ഖുർആൻ ആ കഥ പറയുന്നില്ല കേട്ടോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലപ്പെട്ടെങ്കിൽ ഇനി നമ്മൾ ആർക്ക് വേണ്ടി യുദ്ധം ചെയ്യണം? ഇനി എന്തിനാ നമ്മൾ യുദ്ധം ചെയ്യണേ? യുദ്ധം ചെയ്ത് ജയിച്ചാൽ തന്നെ നമ്മൾ ആര്, എന്തിന്, എങ്ങോട്ട്? റസൂല് പോയില്ലേ, അവര് പിന്തിരിഞ്ഞോടിന. 750ഓളം ആളുകൾ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് ഒരു വേള യുദ്ധക്കളത്തില് നബിയും 12 ആളുകളും ബാക്കിയായിന, ബാക്കി കോടി. ഈ 12 ആളുകൾ പ്രവാചകന്റെ ചുറ്റും നിലയുറപ്പിച്ചു. ശത്രുക്കൾ ഖാലിദ് ഇബ്നു വലീദിന്റെ കീഴിൽ തിരിച്ചു വന്ന് യുദ്ധക്കളം തിരിച്ചു പിടിക്കുക. എല്ലാ അമ്പുകളും പ്രവാചകന്റെ നേരെയാണ്, എല്ലാ കുന്തങ്ങളും പ്രവാചകന്റെ നേരെയാണ്. 3000 ആളുകളുണ്ട്. അവരാണ് ഈ പ്രവാചകനെ ലക്ഷ്യം വെച്ചത്. പ്രവാചകന്റെ മുമ്പിൽ ത്വൽഹ പ്രവാചകന്റെ ശരീരത്തോട് ചേർന്ന് നിന്നു. യുദ്ധം ശക്തമായി. പ്രവാചകൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ അബ്ദുള്ളയുടെ മകൻ, അബ്ദുൽ മുത്തലിബിന്റെ മകൻ, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഇവിടെ ബാക്കിയുണ്ട്. ഓടിപ്പോയവർ തിരിച്ചു വന്നു. വീണ്ടും യുദ്ധം ട്രാക്കിലായി. മുസ്ലിങ്ങൾ ജയിക്കുന്നുണ്ട് അവസാനം, പക്ഷെ കനത്ത നഷ്ടമുണ്ടായിട്ടുണ്ട്. യുദ്ധത്തിൽ മുറിവേറ്റവർ, മരണപ്പെട്ടവർ. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം യുദ്ധക്കളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ അദ്ദേഹത്തിന്റെ നെഞ്ചത്തും വയറുമായിട്ട് 80ലേറെ അസ്ത്രങ്ങൾ ഇങ്ങനെ തറച്ചു നിൽക്കുക, മുള്ളംപന്തിയുടെ ശരീരം പോലെ. ഈ ഭാഗത്ത് കൊണ്ടുപോകുമ്പോ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, ത്വൽഹ, ഈ അസ്ത്രങ്ങളൊക്കെ നിങ്ങളെ തേടി വന്ന അസ്ത്രങ്ങളല്ലല്ലോ, അവർക്കാർക്കും നിങ്ങളെ വേണ്ടല്ലോ. ഈ അസ്ത്രങ്ങൾ നിങ്ങളുടെ ദേഹത്ത് കൊണ്ട് മരണത്തിന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണം നിങ്ങൾ പ്രവാചകന്റെ മുമ്പിൽ തന്നെ നിന്നിട്ടല്ലേ. ഈ അമ്പുകൾ വന്നപ്പോ ഒന്ന് മാറി നിന്നുകൂടായിരുന്നോ? എന്നാ ദേഹത്ത് തറക്കൂലായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ മറുപടി എന്താ അറിയോ? എനിക്കറിയാഞ്ഞിട്ടല്ല, ഞാനൊന്ന് മാറിയിരുന്നെങ്കിൽ ഒരൊറ്റ അസ്ത്രം പോലും എന്റെ ദേഹത്ത് തറക്കൂല, കാരണം ഞാൻ അവരുടെ ലക്ഷ്യമല്ല. പക്ഷേ എന്റെ ദേഹത്ത് തറഞ്ഞിരിക്കുന്ന ഓരോ അസ്ത്രങ്ങളും ഞാൻ മാറിയാൽ എന്റെ ഹബീബിന്റെ ദേഹത്ത് തറക്കുമായിരുന്നു. അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഈ അസ്ത്രങ്ങൾ ഏറ്റുവാങ്ങിയത്. പ്രവാചക സ്നേഹത്തിന്റെ ജീവിച്ച ഉദാഹരണങ്ങൾ. അവർ പോയ സ്വർഗമാണ് നമ്മുടെയും ലക്ഷ്യം.
അവർ ആഗ്രഹിച്ച സ്വർഗമാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന സ്വർഗം. അവരുടെ കഠിനാധ്വാനങ്ങൾ ആ സ്വർഗത്തിനു വേണ്ടിയായിരുന്നു. അം ഹസിബ്തും അൻ തദ്ഖുലൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാഉ വദ്ദറാ വസുൽസിലു. നിങ്ങളുടെ മുൻഗാമികൾ അവർ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒന്നും അനുഭവിക്കാതെ ഇസ്തിരി ചുളിയാതെ സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങോട്ട് കയറിപ്പോകാന്ന് നിങ്ങൾ വിചാരിച്ചോ? ചോദ്യം വിശുദ്ധ ഖുർആന്റെതാണ് അല്ലേ? ഇപ്പോ ISM എന്തിനാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ വെച്ചത്? ഏത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് പഠിപ്പിച്ച മൂല്യങ്ങൾ അത്രയും മാനവികതയുടെ നേർസാക്ഷ്യങ്ങളാണ് എന്ന് നമ്മൾ വിളിച്ചു പറയാൻ തീരുമാനിച്ചു. ആരെന്തു പറഞ്ഞാലും ശരി, എതിർപ്പുകൾ ഉണ്ടാവാം, കുറ്റപ്പെടുത്തൽ ഉണ്ടാവാം, പരിഹാസങ്ങൾ ഉണ്ടാവാം. നമ്മുടെയൊക്കെ നാട്ടില് ബ്ലോഗർമാരാണെന്ന് പറഞ്ഞിട്ടേ മൈക്കും കൊണ്ട് കുടുംബമായിട്ടിരിക്കുന്ന ആൾക്കാരെ മുമ്പ് ചെന്നുകാണ്ടേ തനി വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ചു കണ്ട് മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത, കുട്ടികളും മക്കളും കേൾക്കാൻ പറ്റാത്ത തോന്യാസത്തിന്റെ അശ്ലീല ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആസ്വദിക്കുന്ന ബ്ലോഗർമാരും സാമൂഹ്യ മാധ്യമങ്ങളുള്ള കാലത്തെ കോഴിക്കോട് കടപ്പുറത്ത് കാറ്റുകൊള്ളാനിരിക്കുന്ന താല്പര്യമുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് മതത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുണ്ട് ചോദിച്ചപ്പോൾ എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞവരോട് മതത്തെക്കുറിച്ച് ചിരിച്ച് സംസാരിച്ചതെന്ന് രാജ്യത്ത് ഏറ്റവും വലിയ ഫിത്നയായിട്ടുണ്ട്. കുഴപ്പായി. സമുദായത്തിന്റെ ഉള്ളിലുള്ളവരും കൂടി പറഞ്ഞു വലിയ അപകടമാണ്. എന്നവളെ പറയാത്തെ? റോഡുകളിൽ, ഈ നിരത്തുകളില്, പൊതുസ്ഥലങ്ങളില് എന്താ അവതരിപ്പിക്കപ്പെടാത്തത്? സിനിമകളാണെന്ന പേരിലൊക്കെ നമ്മുടെ മക്കളൊക്കെ കയറി കാണുന്ന പച്ചത്തെറികളുടെ പെരുമഴകളല്ലേ? അതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും സാമൂഹ്യ സ്വാതന്ത്ര്യത്തിന്റെയും വലിയ അടയാളങ്ങളാണ്. പക്ഷെ ആരെങ്കിലും പുറത്തിറങ്ങിയിട്ട് മതത്തിന്റെ ഒരു നന്മ പറഞ്ഞാൽ മിണ്ടരുത്, അപകടമാണ്, പാടില്ല അല്ലേ? അപ്പോ ഇവിടെ നമ്മള് നിശബ്ദരാവാൻ പാടില്ല. ഇവിടെ നമ്മുടെ കുടുംബങ്ങളിൽ, നമുക്കിപ്പോ ഈ എറണാകുളം ജില്ലയിൽ എല്ലാവരെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല, അതിന് പറ്റിയ സാഹചര്യമില്ല. പക്ഷേ നമ്മുടെ വീടുകളിൽ വളരുന്ന, നമ്മുടെ ജീവന്റെ ജീവനായ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മനസ്സിൽ പോലും ഹബീബായ റസൂലിന്റെ കറുത്ത ചിത്രങ്ങൾ ഇവർ വരയ്ക്കുന്നുണ്ട്. ഒരു MSMന്റെ പ്രവർത്തകൻ എൻ്റെ അടുത്ത് ഒരു ക്ലാസ്സിന് വേണ്ടി ക്ഷണിച്ചിട്ട് ഒരു മൊബൈൽ ഫോൺ ഇങ്ങനെ സാറേ സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കേൾക്കിട്ട് വന്നു. ഒരു പ്രഭാഷണം മലയാളത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ നികൃഷ്ടമായി, കാമവെറിയനായി, യുദ്ധക്കൊതിയനായിട്ടൊക്കെ, കാട്ടറബിയായിട്ടൊക്കെ പറയുന്ന, പച്ചക്ക് പറയുന്ന, നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദം. ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ എനിക്കെന്നെ രോമൊക്കെ എണീറ്റിക്കുക, ഞാൻ ഓഫാക്കി. അപ്പൊ MSMകാരൻ പറഞ്ഞു, സാറേ ഇതേ +1 +2 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്, അതിൽ നടക്കുന്ന പ്രസംഗം അത്. സാറ് കേട്ടോ? കേട്ടു. ഇത് കേൾക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ എന്താ സാറേ പ്രവാചകനെ കുറിച്ചുണ്ടാകുന്ന ധാരണ? ഞാൻ പറഞ്ഞു, ഇതിനൊക്കെ നമ്മൾ ഖുത്തുബയിലും പ്രസംഗത്തിലൊക്കെ എപ്പോഴും മറുപടി പറയാറുണ്ടല്ലോ. അബൂബക്കർ സാഹിബിന്റെ പ്രസംഗങ്ങള്, സുബൈർ പീഡിയക്കല്, അങ്ങനെ നമ്മളെ നിച്ച് ഓഫ് ട്രൂത്ത് ഒക്കെ എപ്പോഴും പറയാറുള്ളതല്ലേ. അപ്പൊ എന്നോട് പറയാ, സാറേ ഇത് കേൾക്കുന്ന കുട്ടികളിൽ എത്ര കുട്ടികൾ സാറേ നിങ്ങളെ ഖുത്തുബ കേൾക്കാൻ വരാറുണ്ട്? ഇത് കേൾക്കുന്ന കുട്ടികളിൽ എത്ര കുട്ടികൾ അക്ബർ സാഹിബിന്റെ പ്രഭാഷണം കേൾക്കാൻ വരും? എത്ര കുട്ടികൾ സുബൈർ പീഡിയക്കലിന്റെ, മുസ്തഫ തൻവീറിന്റെ പ്രസംഗം കേൾക്കും, പുസ്തകം വായിക്കും? ഇല്ല. അത് കേൾക്കണമെങ്കിൽ, അത് വായിക്കണമെങ്കിൽ ഓല് ഇങ്ങോട്ട് വരണം. പക്ഷേ ഈ അപവാദത്തിന്റെ കഥകളുണ്ടല്ലോ, ഹോൾസെയിലായിട്ടേ നമ്മുടെ മക്കളെ തലയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പാവങ്ങള്. ആ കുട്ടികൾക്ക് പ്രവാചകൻ അത്ര ഇഷ്ടപ്പെട്ടവനല്ല. ആ കുട്ടികൾക്ക് പ്രവാചകനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അത്ര മനോഹരമല്ല. അവർ അതിനെ അപകടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളോടൊക്കെ നിങ്ങൾ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു നോക്കേണ്ടി. ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പോലും ഓർക്ക് ഒരു താല്പര്യമല്ല, അറിയുന്നല്ല. എന്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്ത്, ആർക്ക്, അല്ലേ? അപ്പൊ നമ്മൾ ഈ ഉസ്റത്തുൻ ഹസന, ഇത് ISM കുറെ മുമ്പേ തുടങ്ങിയ പരിപാടിയാണ്. കുടുംബങ്ങൾ എന്താ ഉസ്റത്തുൻ ഹസന പറഞ്ഞാല്? നല്ല കുടുംബം, നല്ല കുടുംബം. ഒരു നല്ല കുടുംബത്തിന്റെ ആ മനസ്സിലേക്ക് ഈ ഒരു മുദ്രാവാക്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ വീട്ടിലുള്ളവർക്ക്, നമ്മുടെ മക്കൾക്ക്
നമ്മുടെ പുതിയ തലമുറക്ക് ആരായിരുന്നു പ്രവാചകൻ, എന്തായിരുന്നു പ്രവാചകൻ? അതിന്റെ കൂടെ ഒന്നും കൂടി പറയണം. എന്തിനപ്പോ ഇവരെല്ലാരും പാടെ കൂടി പ്രവാചകന്റെ പിന്നാലെ ഇങ്ങനെ സൈക്കിൾ എടുത്ത് കൂടിയിട്ട് എന്തിനാ ഒരു ശ്രമിക്കണേ? നിങ്ങൾക്കറിയോ എന്തിനായിരിക്കുന്നില്ലേ? ഒന്നുമല്ല, ഇസ്ലാമോഫോബിയയുടെ ഭാഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇസ്ലാമിന്റെ ഐക്കണായിട്ട് ലോകത്ത് നിലനിൽക്കുന്നത്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇപ്പോ അടുത്ത കാലത്ത് നമ്മൾ ഒരു TV ചാനൽ കേട്ടില്ലേ ഫുട്ബോൾ ജിഹാദിനെ കുറിച്ച്? യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചെറുപ്പക്കാർക്കിടയിൽ ഇസ്ലാം മതത്തിലേക്കുള്ള ആ വരവ് ശക്തിപ്പെടുത്താൻ കാരണം പല യൂറോപ്യൻ ക്ലബ്ബുകളെയും അറബ് മുതലാളിമാര് വില കൊടുത്ത് വാങ്ങി ഇപ്പൊ ഫുട്ബോളൊക്കെ മുസ്ലിങ്ങളുടേതായി മാറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഒരു പ്രചരണം. അപ്പോ ഈ രൂപത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിൽ അത്രയേറെ സ്വാധീനിക്കാൻ കഴിവുള്ള, പ്രവാചകന്റെ പാഠങ്ങൾ അത്രമേൽ സമൂഹത്തിനെ സ്വാധീനിക്കാൻ കഴിവുള്ള കാര്യങ്ങളാണ്. അത് മുമ്പ് ഓടുന്ന നായക്ക് ഒരു മുഴം മുമ്പ് എറിയാന്ന് പറഞ്ഞ മാതിരിക്ക് പ്രവാചകൻ മോശക്കാരനാണ്, അകറ്റി നിർത്തപ്പെടേണ്ടവനാണ് എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാക്കിയാൽ പിന്നെ ആരും പ്രവാചകന്റെ വാക്ക് ശ്രദ്ധിക്കൂലല്ലോ, പ്രവാചകനെ കുറിച്ച് പഠിക്കൂലല്ലോ, പ്രവാചകന്റെ മൂല്യങ്ങളെ അവർ അംഗീകരിക്കൂലല്ലോ. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഒരു ഇസ്ലാമിക പ്രബോധനം ഉത്തരവാദിത്വമുള്ള വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും ഒരു ബാധ്യതയുണ്ട്. ആരാണ് പ്രവാചകൻ? മുഹമ്മദ് നബി. അദ്ദേഹത്തിന്റെ മാനവികത എന്താണ്? അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് നന്മയും സദാചാരവും ധാർമ്മികതയും മാനവിക മൂല്യങ്ങളും എമ്പാടും പഠിപ്പിച്ചു കൊടുത്ത, ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാർ അവരുടെ ധാർമ്മിക സദാചാര സമാധാന ജീവിതത്തിന് മാതൃകയായി സ്വീകരിക്കുന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശപ്പെട്ട രൂപത്തിൽ ചിത്രീകരിക്കുകയും മുസ്ലിം നാമധാരികളായ അല്ലെങ്കിൽ അറബി പേരുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയാൽ അതിൻ്റെ പാപഭാരം അത്രയും 15 നൂറ്റാണ്ട് മുമ്പ് ഈ ലോകത്തു നിന്നും മരണപ്പെട്ടു പോയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലേക്കു ചേർത്തി പറഞ്ഞ് ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ വിനാശ പ്രവർത്തനങ്ങളുടെയും കാരണക്കാരൻ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ആഗോള ഗൂഢ പദ്ധതികളുടെ ഭാഗമായി നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മക്കളിലുമൊക്കെ ആ പ്രവാചകനെ കുറിച്ച് വളരെ മോശപ്പെട്ട ധാരണകൾ ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പ് കുറച്ച് സമയം നമ്മൾ കേട്ടത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനക്കാളേറെ സ്നേഹിക്കേണ്ട, ആ സ്നേഹം നമ്മുടെ വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും ഭാഗമായി കൊണ്ടു നടക്കേണ്ട ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എൻ്റെ മാതൃക എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ട, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് കാണിച്ചു തന്ന ജീവിതമാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജീവിതമെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ട നമുക്ക് ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ ചില പ്രത്യേകമായ ബാധ്യതകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ ബാധ്യത നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാവണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധം അതൊരു സാമൂഹിക ബന്ധമല്ല, അത് നമ്മുടെ വ്യക്തിപരമായ ബന്ധമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാരാധ്യൻ എനിക്കില്ല, എൻ്റെ ആരാധനകൾ മുഴുവനും അള്ളാഹുവിന് മാത്രമായിരിക്കും എന്ന ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവനയുടെ കൂടെ നമ്മൾ പ്രസ്താവിക്കേണ്ടതാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനുള്ള ഏറ്റവും മഹത്തായ ആശയവുമായി അള്ളാഹു പറഞ്ഞയച്ച ദൂതനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ.
അതുകൊണ്ട് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം, എൻ്റെ വാക്കിലുണ്ടാവണം, എൻ്റെ പ്രവൃത്തിയിലുണ്ടാവണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രീതിയും പരലോകത്തിലെ വിജയവും ആരാണോ കൊതിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അവരെ സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. ഞാൻ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ആ നല്ല കാര്യത്തിന്റെ ഏറ്റവും പൂർണ്ണമായ മാതൃക എനിക്ക് കാണാൻ പറ്റുക ആ പ്രവാചകന്റെ ജീവിതത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെയുള്ള ഇത്തരം കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ഇതിന്റെ നിജസ്ഥിതി, സത്യാവസ്ഥ വളച്ചുകെട്ടലുകളില്ലാതെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ISM സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഉസ്റത്തുൻ ഹസന. മാധ്യമ ചർച്ചകളുണ്ട്, സാഹിത്യ നായകന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംവാദങ്ങളുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരെ കേൾപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ബഹുജനങ്ങൾക്കിടയിൽ വലിയ കേൾവി ഉണ്ടാക്കുന്ന വലിയ പ്രോഗ്രാമുകളുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനമാണ് ഈ ഉസ്റത്തുൻ ഹസന. നമ്മുടെ കുടുംബങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ആ കുടുംബങ്ങൾക്ക് നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തിട്ട് ആ കുടുംബത്തിൽ നിന്ന് പ്രവാചകന്റെ നന്മകൾ പുറം നാടുകളിലേക്ക്, നമ്മുടെ അയൽപക്കങ്ങളിലേക്ക് അത് പ്രവഹിക്കണം. നിങ്ങളുടെ ഈ നന്മയുടെ കാരണം എന്താണ് എന്ന ചോദ്യത്തിന് ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മൂല്യങ്ങൾ പ്രകാരം ജീവിച്ചത് കൊണ്ടാണ് എന്ന് നമ്മൾ പറയുമ്പോൾ 1000 പ്രഭാഷണങ്ങളെക്കാൾ, 1000 ഗ്രന്ഥങ്ങളെക്കാൾ അതിന് സമൂഹത്തിൽ വ്യാപകമായ സ്വാധീനമുണ്ടാവും. അതുകൊണ്ട് തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലാണ്. സത്യത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമുക്കൊക്കെ അത്യാവശ്യം സൗകര്യമുണ്ട്. പട്ടിണിയെക്കുറിച്ച് സങ്കടപ്പെടുന്ന ഒരാളും നമ്മുടെ കൂട്ടത്തിലില്ല. അടുത്ത നേരം നമ്മുടെ മക്കൾക്ക് എന്താണ് അന്നം കൊടുക്കുക എന്ന് വളരെ മാനസികമായി വ്യാകുലപ്പെടുന്ന ഒരാളും ഈ കൂട്ടത്തിലില്ല. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീടുകളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ജീവിത മൂല്യങ്ങൾ എത്രമാത്രം നമ്മൾ പാലിക്കുന്നുണ്ട്? ആ മൂല്യങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്? ആഹാരം, വസ്ത്രധാരണം, ഇടപാടുകള്, ബന്ധങ്ങള്, സംസാരങ്ങള്, വ്യക്തിജീവിതത്തിൽ എവിടെയാണ് പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ നമുക്കില്ലാത്തത്? നമ്മുടെ വീട്ടിലേക്ക് കയറി ചൊല്ലുന്നത് മുതൽ ആ വീട്ടിൽ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവാം. എവിടെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം നമുക്ക് കിട്ടാത്തത്? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജീവിത വ്യവഹാരങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഏതു രംഗത്താണ് ആ പ്രവാചകന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടാതിരിക്കുന്നത്? എല്ലായിടത്തും അത് പൂർണ്ണമാണ്, അല്ലെ? അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും, നിങ്ങളുടെ മതത്തിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന അള്ളാഹുവിന്റെ വാക്ക് അങ്ങനെ തന്നെ പ്രവാചക ജീവിതത്തിലൂടെ പൂർണ്ണമാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് യാത്ര ചോദിക്കുന്നതിന്റെ ഇത്തിരി മുമ്പ് പ്രവാചകൻ പറഞ്ഞു, ജനങ്ങളെ സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്, സ്വർഗം അല്ലാൻ്റെതാ. ആ സ്വർഗത്തിലേക്കുള്ള വഴി വെട്ടിയതും അല്ലയാണ്, ആ വഴി നിശ്ചയിച്ചത് അല്ലയാണ്. ഏത് വഴിക്ക് എങ്ങനെ ചെയ്ത് പോയാൽ സ്വർഗത്തിലെത്താമെന്ന് അത് നിശ്ചയിച്ചത് പടച്ചോനാണ്. ആ പടച്ച റബ്ബ് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായിട്ട് അറിയിച്ചു കൊടുക്കുക. നിസ്കാരത്തില് അത്തഹിയാത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോ നമ്മുടെ വലത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ ചൂണ്ടിപ്പിടിക്കണം. അത് എന്തിനങ്ങൾക്കറിയോ? 1000 കൊല്ലം നമ്മൾ തപസ്സിരുന്ന് ഗവേഷണം നടത്തിയാൽ മനസ്സിലാവുമോ എന്തിനാണ് ചൂണ്ടിപ്പിടിക്കണമെന്നില്ല? അത് അങ്ങനെ ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്തതാ. ഇത് പ്രവാചകൻ അങ്ങനെ തന്നെ നമുക്ക് പഠിപ്പിച്ചത്. ഹജ്ജിന് പോകുമ്പോ മിനായില്
ചെമ്പ്രകളിൽ ചെറിയ കല്ലുകൾ കൊണ്ട് നമ്മളിങ്ങനെ എറിയണം. 7 കല്ലുകൾ കൊണ്ട്. എന്തിനാണ് ആ ഏറ്? എനിക്കറിയോ? ചില ആൾക്കാരൊക്കെ പറഞ്ഞ് പിശാച്ചിനെ എറിയാണ്. പിശാച്ച് അത്ര പൊട്ടണ ഈ 10-30 ലക്ഷം ആൾക്കാരെ ഏറ് കൊള്ളാൻ വേണ്ടി അവിടെ തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാം? അല്ലാഹു തആല പ്രവാചകനോട് പറയണം അങ്ങനെ ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അങ്ങനെ ചെയ്യണം. അങ്ങനെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ ഈ ഭൂമിയിലെ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന എന്ത് കാര്യം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ അതൊക്കെ ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നരകം അള്ളാഹുവിൻ്റെതാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത് എന്നത് അള്ളാഹുവാണ് നിശ്ചയിച്ചത്. ആ കാര്യങ്ങൾ ഒന്നൊഴിയാതെ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക വഹിയിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അങ്ങനെ തന്നെ ഒന്നുപോലും വിട്ടുപോകാതെ നമുക്ക് പറഞ്ഞു തരുന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ വളരെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്. കാര്യങ്ങള് മുൻധാരണയോടുകൂടി അല്ലാതെ നേർക്ക് നേരെ സമീപിക്കുന്നവർക്ക് ഒന്ന് മനസ്സിലാകും. അദ്ദേഹം പറയാണ്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യം ഈ മതത്തിൽ ഒരു നല്ല കാര്യമാണ് എന്ന വിചാരത്തോടെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ, എങ്ങനെ ചീത്ത അല്ലെങ്കിൽ മതം പൊളിക്കാനൊന്നല്ല, ഇത് ചെയ്യല് അള്ളാഹിന്റെ കൂലി കിട്ടുന്ന ഒരു കാര്യമാണ്, നല്ല കാര്യമല്ലേ എന്ന രൂപത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യം നല്ല കാര്യമാണ് എന്ന് വിചാരിച്ച് ഒരാൾ ചെയ്താൽ സത്യത്തിൽ അയാൾ ചെയ്യുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അയാൾ മനസ്സിൽ വിചാരിക്കുന്നത്. എന്താ അങ്ങനെ? ഇപ്പോ നോക്കിങ്ങള് ആകെ അലങ്കരിക്കപ്പെട്ട് പ്രവാചകന്റെ ജന്മദിനാഘോഷത്തിന്റെ വലിയ ബഹളത്തിലേക്ക് മുസ്ലിം സമൂഹം ഈ ഓണാഘോഷം കഴിഞ്ഞ് ഇങ്ങനെ മാറുക, ഇതിലേക്കാണ് മാറുകയാണ്. ഈ ആഘോഷിക്കുന്ന ഒരാളും അത് ഇസ്ലാം മതം പൊളിക്കാനുള്ള തന്ത്രമാണ്, ഷിയാക്കളുടെ തന്ത്രമാണ്, ജൂതന്മാരുടെ തന്ത്രമാണ് എന്നൊന്നും വിചാരിച്ചല്ല ചെയ്യണേ. നമ്മളൊക്കെ പോലെ ഒരുപക്ഷെ നമ്മളെക്കാൾ ഈമാൻ തോന്നിക്കുന്ന, നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, നിസ്കാരത്തായമ്പുള്ള ആളുകളാണ് പണം കൊടുത്ത് ഈ പരിപാടികൾ നടത്തുന്നത്. ഒരൊക്കെ മനസ്സിൽ നല്ല കാര്യമല്ലേ? പ്രവാചകനെ പറ്റി മദ്ഹ് പറയല്ലേ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കല്ലേ, മറ്റുള്ള ആൾക്കാർക്ക് പ്രവാചകന്റെ നന്മയൊക്കെ കേൾപ്പിക്കല്ലേ. അതിന് പ്രവാചകന്റെ ഒരു ജന്മദിനം തെരഞ്ഞെടുക്കുന്നതിൽ എന്താപ്പ കുറ്റം, എന്താപ്പ അതിന്റെ മോശം എന്നവർ നിഷ്കളങ്കമായി ചോദിക്കണം. അവിടെയാണ് ഇമാം മാലിക്കിന്റെ ഈ മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം, അത് നല്ല കാര്യമാണ്, ഇത് നമ്മളെ സ്വർഗത്തിലെത്തിക്കും എന്ന ധാരണയോടുകൂടി ആരെങ്കിലും ചെയ്താൽ അതിന്റെ ഒരു മറുവശം എന്താ അറിയോ? സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഇത്ര മനോഹരമായ ഒരു കാര്യം ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് പറഞ്ഞു തരാതെ മറച്ചു വെച്ചു എന്ന് മാത്രമല്ല, ഞാൻ മുഴുവൻ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് റസൂല് പറയുന്നത് ഒരു ചതിയല്ലേ, ഒരു വഞ്ചനയല്ലേ എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ചോദിക്കുന്നത്. എത്ര അർത്ഥവത്താണല്ലേ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് എത്താനുള്ള മുഴുവൻ കാര്യങ്ങളും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചപ്പോ 23 കൊല്ലത്തെ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു റബീഉൽ അവ്വൽ മാസം വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അതിനെ ആഘോഷിക്കാൻ പറഞ്ഞില്ല. റമദാൻ മാസം വന്നപ്പോ റസൂൽ പറഞ്ഞു, ലഖദ് ജാഅക്കും ശഹ്റുൻ മുബാറകുൻ, ദാ അനുഗ്രഹീതമായ ഒരു മാസങ്ങൾക്ക് വന്നിട്ടോ. റമദാൻ മാസം വന്നപ്പോ പറഞ്ഞു, ഇതിന്റെ ദിനരാത്രങ്ങളുടെ പുണ്യങ്ങളെ കുറിച്ച് പറഞ്ഞ്, ഇതെങ്ങനെ വിനിയോഗിക്കണം എന്ന് പറഞ്ഞ്, നോമ്പ് നോൽക്കൽ, ഖുർആൻ പാരായണം, സദക്ക, പ്രാർത്ഥന, തൗബ എല്ലാം പറഞ്ഞ്. പക്ഷേ റബീഉൽ അവ്വൽ മാസത്തിന്റെ തുടക്കത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് ഈ മാസത്തിന്റെ സവിശേഷത, അത് ആചരിക്കേണ്ട രീതി, രൂപം എന്തെങ്കിലും ഒന്ന് എവിടെങ്കിലും പറഞ്ഞോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ഒരു പുണ്യകർമ്മം ഇല്ലാഞ്ഞിട്ടല്ലേ? നമുക്ക് നന്നായി തോന്നുന്ന ഒരു കാര്യം മതത്തിന്റെ പേരിൽ ചേർത്ത് വെക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നമുക്ക് ഏറെ അറിയുന്ന സംഭവമല്ലേ, പ്രവാചകന്റെ വീട്ടിൽ വന്നിട്ട്, സഹോദരിമാരൊക്കെ കേൾക്കണം കേട്ടോ,
പല സഹോദരിമാർക്ക് ഒരുപക്ഷെ ആണുങ്ങള് ഈ പ്രഭാഷണങ്ങളൊക്കെ കുറെ കേൾക്കാൻ അവസരം കിട്ടി, കുറെയൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാൻ അവസരം കിട്ടിയവരാ. സഹോദരിമാർക്ക് അത്ര കിട്ടിക്കോണമെന്നില്ല. അതുകൊണ്ട് എന്തിനാ പൈനൊക്കെ വിമർശിക്കണേ, ആക്കെ നടന്നോട്ടെ, നല്ല കാര്യല്ലേ എന്നൊക്കെ വിചാരിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ 3 ആളുകൾ വന്നിട്ടേ പ്രവാചകന്റെ രാത്രി കാലങ്ങളിലൊക്കെയുള്ള രഹസ്യ സ്വകാര്യ ജീവിതത്തെ കുറിച്ച്, കാരണം പള്ളിയിലും അങ്ങാടിയിലൊക്കെ ആകുമ്പോൾ റസൂലുള്ള എന്താ ചെയ്യണ എല്ലാവർക്കും അറിയാം. പക്ഷെ വീട്ടിലായിരിക്കുമ്പോ എങ്ങനെയൊക്കെ പ്രവാചകന്റെ ജീവിതം ചോദിച്ചു. പ്രവാചക പത്നി പറഞ്ഞു കൊടുത്തു, രാത്രി കുറെ നേരം നിസ്കരിക്കും, കുറെ കടന്നുറങ്ങും, ചില സുന്നത്ത് ദിവസം ചില ദിവസമൊക്കെ സുന്നത്ത് നോമ്പ് നോൽക്കും, ചില ദിവസം ഒന്നും നോൽക്കൂല എന്നൊക്കെ പറഞ്ഞപ്പോ ഇവർക്ക് തോന്നി നമ്മൾ വിചാരിച്ച അത്ര ആ ഇബാദത്തുകളൊന്നും പ്രവാചകൻ ചെയ്യണില്ലല്ലോ, ഇക്കാളേറൊക്കെ ചെയ്യാലോ. പോലും സ്വയം ആശ്വസിപ്പിച്ചത് എങ്ങനെ അറിയോ? അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് നാളെ സ്വർഗത്തിലെത്തുന്ന ഉറപ്പുള്ള ആളാണല്ലോ. അതുകൊണ്ട് പ്രവാചകന് ഇത്രയൊക്കെ മതി. പക്ഷെ നമ്മൾ പാപികളല്ലേ, നമുക്കിത് പോരാ, തോന വേണം. ഒരാള് പ്രതിജ്ഞ ചെയ്തു, ഞാൻ ഇനി രാത്രി ഉറങ്ങില്ല, മൊത്തം നിസ്കാരകാലം. രണ്ടാമത്തെ ആള്, ഞാന് നോമ്പ് നിഷിദ്ധമാക്കാത്ത എല്ലാ ദിവസവും എനിക്ക് നോമ്പേകാരൻ. മൂന്നാമത്തെ ആള് ഒരു സ്റ്റെപ്പും കൂടി മുമ്പ് കയറി, ഞാൻ കല്യാണം കഴിക്കണില്ല. കല്യാണം കഴിച്ചാല് കുടുംബം, കുട്ടികള്, പ്രാരാബ്ദം, പായാരം, കുറേ സമയം അതിനും വേണ്ടി മാറ്റി വെക്കണം. ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ഇബാദത്തുകൾക്ക് വേണ്ടി മാറ്റി വെക്കുക. കുട്ടികളും കുടുംബം ഒന്നും വേണ്ട, ഇബാദത്ത് തന്നെ ഇബാദത്ത്. 3 ആളും പോയി. ഇതിലിപ്പോ നമ്മുടെ കാഴ്ചപ്പാടില് ഇങ്ങനെ പറഞ്ഞ 3 ആൾക്കാരെ പറ്റി നമ്മൾ എന്താ പറയാ? ഔ ഭയങ്കര ഉണ്ടാവും, ഓലൊക്കെ മരിച്ചാല് ജാറുണ്ടാവും, ദീർഘുണ്ടാവും, നീർച്ച ഉണ്ടാവും, നമ്മൾ ഔലിയാക്കളുടെ പദവിയിലേക്ക് അവരെ കൊണ്ടുപോയി വെക്കുക അല്ലേ? 3 ആളെ തീരുമാനം ചില്ലറ തീരുമാനമല്ലല്ലോ, ശക്തമായ തീരുമാനമല്ലേ. രാത്രി മുഴുവൻ നിസ്കരിക്കും, പകലൊക്കെ നോമ്പ് നോൽക്കും, കല്യാണം പോലും കഴിക്കാതെ ജീവിത സമയം അത്രയും ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോ ഭാര്യ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടോ, 3 ആള് വന്നീനി, ഇങ്ങനെയൊക്കെ സംസാരിച്ച് പോയിട്ടുണ്ട്. പ്രവാചകൻ വീട്ടിൽ കയറിയില്ല, നേരെ പള്ളിക്കൊക്കെ പോയത്. പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, ആരാന്ന് ഇങ്ങനെ 3 ആളുകൾ എന്റെ വീട്ടിൽ പോയത്? ഓലെ കൊണ്ടുവന്നു. അവരിങ്ങനെ വിറച്ചു നിന്നുന്നാ, കാൽമുട്ടുകൾ വിറച്ചു എന്നാ. എന്താ സംഭവം അറിയില്ല. റസൂൽ ചോദിച്ചു, എന്റെ വീട്ടിലുണ്ടായത്? ഇപ്പൊ അവര് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ പ്രവാചകനോട് അവർ പറഞ്ഞു, റസൂലേ, ഞങ്ങൾ ഒരു ഫസാദും കുഴപ്പമൊന്നും ഉദ്ദേശിച്ചല്ല, നന്മ മാത്രം ഉദ്ദേശിച്ച ആ തീരുമാനം എടുത്തേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു ദേഷ്യം കൊണ്ടേ. പ്രവാചകൻ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ പറഞ്ഞ എന്താ അറിയോ? ഞാൻ രാത്രി കുറേയേറെ ഉറങ്ങാറുണ്ട്, നിസ്കരിക്കാറുണ്ട്. ഞാൻ ചില ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാറുണ്ട്, നോക്കാതിരിക്കാറുണ്ട്, സുന്നത്ത് നോമ്പിട്ടോ. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടി ഒരുപാട് സമയം മാറ്റി വെക്കാറുണ്ട്, ഇബാദത്തുകളും ചെയ്യാറുണ്ട്. എന്നിട്ട് റസൂൽ പറഞ്ഞു, നിങ്ങളെക്കാളേറെ അള്ളാഹുവിനെ അറിയുന്നവനും സൂക്ഷിക്കുന്നവനും ഞാനാണ്. ഞാൻ പഠിപ്പിച്ച ഈ മതത്തിൽ അതിനപ്പുറം ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. അത്ര കൃത്യമായിട്ടല്ലേ പ്രവാചകന്റെ വാക്കുകൾ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ജീവിച്ചു തീർക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഒന്ന്, പ്രവാചകന്റെ അധ്യാപനങ്ങളോട് യോജിച്ച് ജീവിക്കുകയും പ്രവാചക വചനങ്ങൾക്ക് വിരുദ്ധമാകുന്ന കാര്യങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ഏറ്റവും പ്രധാനം, കുടുംബത്തെ പറ്റി പറയുമ്പോൾ പ്രവാചകന്റെ കുടുംബത്തെക്കുറിച്ചുള്ള അധ്യാപനങ്ങളുടെ ആ തുടക്കം നമ്മൾ കേൾക്കണം. ഒന്ന്, മനുഷ്യർ കുടുംബമായി ജീവിക്കൽ ഇസ്ലാമികമായി നിർബന്ധമായ ഒരു കാര്യമാണ്. ആരെങ്കിലും എന്ത് ന്യായീകരണം പറഞ്ഞാലും തന്റെ കുടുംബ ബന്ധങ്ങളെ മുറിച്ച് അവൻ അകന്നു പോയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹ്മിൻ, കുടുംബ ബന്ധങ്ങളെ മുറിച്ചു പോയവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിനപ്പുറത്ത് എന്താ പറയാനുള്ളത്? ഓന് കുറ്റം കിട്ടുന്നല്ല, ഓൻ നരകത്ത് പോകേണ്ടി വരുന്നല്ല. ലാ യദ്ഖുലുൽ ജന്ന, ഓൻ സ്വർഗത്തിൽ തന്നെ പ്രവേശിക്കൂല. അല്ലേ? ഇപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ പിൻപറ്റി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അത്രമേൽ ഭദ്രമായിരിക്കണം. ബന്ധങ്ങൾ അടർന്നു പോകാതെ, മുറിഞ്ഞു പോകാതെ, ബന്ധത്തിന്റെ കണ്ണികൾ പൊട്ടിപ്പോകാതെ, നമുക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്നല്ല, ബന്ധങ്ങൾ ചേർത്ത് പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരോട് അങ്ങോട്ടും ബന്ധം ചേർക്കലല്ല കുടുംബ ബന്ധം ചേർക്കൽ. ഇങ്ങോട്ട് നമ്മളെന്താ പറയല്, ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ട്, ഇങ്ങോട്ട് മിണ്ടി അങ്ങോട്ടും ഉണ്ട്. ഓന്റെ കുട്ടിന്റെ കല്യാണം എന്നോട് പറഞ്ഞിട്ടില്ല, എന്റെ കുട്ടിന്റെ കല്യാണം ഓനോടും പറഞ്ഞില്ല. കണക്ക് തീർക്കൽ എങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരോട് അങ്ങോട്ടും ബന്ധം ചേർക്കലല്ല പ്രതിഫലാർഹമായ കുടുംബ ബന്ധം, അതെല്ലാരും ചെയ്യണം. ഇങ്ങോട്ട് ബന്ധം ചേർക്കാത്തവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. അല്ലാഹു എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. നിങ്ങളുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല, എന്റെ ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കും എന്ന രൂപത്തിൽ ആര് കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നോ അതാണ് പ്രതിഫലാർഹമായ ബന്ധം. പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, എന്റെ കുടുംബക്കാർക്ക് ഇന്നെ കണ്ടു ദേഷ്യ, പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ചെല്ലും, സംസാരിക്കും, സലാം പറയും, ഞാൻ അവരുമായിട്ടുള്ള ബന്ധത്തെ ഞാൻ അങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ വല്ലാതെ പ്രശംസിച്ചു. അയാൾ ചെയ്യുന്ന ആ മഹത്തായ കർമ്മത്തിനെ പ്രവാചകൻ നല്ല വാക്കുകൾ കൊണ്ട് ആദരിച്ചു, ബഹുമാനിച്ചു. അല്ലേ? അപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ ബന്ധങ്ങളുടെ ശ്രേഷ്ഠത, അപ്പൊ നമ്മുടെ ഒന്നും പുതിയ തലമുറക്ക് കുടുംബ ബന്ധത്തെ കുറിച്ചൊന്നും അറിയില്ല, നമ്മക്കെന്നെ അറിയില്ല. എൻ്റെ ഉമ്മയും ബാപ്പയൊക്കെ ഏറെ പ്രായമായിട്ടാണ് മരണപ്പെട്ട്. അപ്പോൾ രണ്ടാൾക്കും ഏകദേശം ഒരേ സമയത്ത് രോഗം ബാധിച്ച് അങ്ങനെ യാത്ര ചെയ്യാനും സഞ്ചരിക്കാനൊക്കെ പ്രയാസമുള്ള രോഗം. അതുകൊണ്ട് വീട്ടിൽ പലപ്പോഴും ഉമ്മയും ബാപ്പി ഒറ്റക്കാവും. മക്കളൊക്കെ ഇങ്ങനെ ജോലിക്കും മറ്റൊക്കെ പുറത്തു പോണത് കൊണ്ട് എപ്പോഴും മിക്കവാറൊക്കെ വീട്ടിൽ ഉമ്മയും ബാപ്പി ഇങ്ങനെ അവർ കസേരയിട്ട് വീടിൻ്റെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കും. രാവിലെ ഇരുന്നാൽ വൈകുന്നേരം വരെ ഇരിക്കും. ഈ ഇരുത്തം ഫുള്ള് സംസാരിച്ചു കൊണ്ടായിരിക്കുക. രണ്ടാളും സംസാരിക്കും. എന്തേക്കാരാ സംസാരത്തിന് ഓൽക്ക് ഇപ്പൊ ഈ അന്താരാഷ്ട്ര കാര്യങ്ങളോ, ഈ ഇറാൻ ഇറാഖ് പ്രശ്നങ്ങളോ, റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങളോ ഇതൊന്നും പോൽക്ക് ചിന്തിക്കണ്ടല്ലോ. പിന്നെ എന്തേക്കാരോ സംസാരിക്കാറോ? ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, അവർ കുടുംബങ്ങൾ, നമ്മളെ അവിടേക്ക് കെട്ടിച്ച ഒരു മോളില്ലായിരുന്നോ, അവിടെ വീട്ടിലെ അവസ്ഥ എന്താ, അവിടെ പാരാളില് അവിടെ പ്രായരാളിന് അയാൾ മരിച്ചിക്കണാവല്ലേ, മക്കളൊക്കെ കെട്ടിച്ചു പോയിക്കണാവോ, അങ്ങനെ കുടുംബത്തിന്റെ ഓരോ നേരിയ ഇഴകളിലൂടെ സഞ്ചരിച്ച് അവർ കുടുംബത്തെ കൈകാര്യം ചെയ്തു. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, എൻ്റെ ഉമ്മാക്കും ബാപ്പാക്കും അറിയുമായിരുന്ന കുടുംബ ബന്ധത്തിന്റെ 10% പോലും എനിക്കറിയില്ല. കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ ചിലർ വീട്ടിലൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അതാരാണ്, അവരുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ബാപ്പാനോടൊന്ന് ചോദിച്ച് പഠിക്കണം എന്നൊക്കെ. നമ്മുടെ മടിയും അലസതയും സമയം തന്നില്ല, ബാപ്പ പോയി. ഇപ്പൊ ഇനി ആരോടാ ചോദിക്കുക? ഞാൻ ഇപ്പൊ എൻ്റെ ബാപ്പാന്റെ വലിയ മോൻ, ഒരിക്കലും എന്നോടാ ചോദിക്കുക ഇത് ആരാ അറിയില്ല. എനിക്കറിയാത്തോണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് അത്രയും അറിയില്ല. അത് അറിയേണ്ടതുണ്ടോ? സത്യത്തിൽ അറിയേണ്ടതുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കണേ, എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഇനി അവർക്ക് വേണ്ടി ഇന്ന് പുണ്യം കിട്ടുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാണ്ടോ? അപ്പൊ പ്രവാചകൻ പറഞ്ഞുണ്ട് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സ്കരിക്കുക, പ്രാർത്ഥിക്കുക. 2, അവർക്ക് വേണ്ടി പാപമോചനത്തിന് ഇസ്തിഗ്ഫാർ, പടച്ചോനെ എൻ്റെ ഉമ്മാക്കും ബാപ്പാക്കും പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക ധാരാളമായിട്ട്. നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവണം കേട്ടോ. 3-മത്തേത് എന്താ നിങ്ങള്? ആ മാതാപിതാക്കളിലൂടെ നിലനിന്നിരുന്ന കുടുംബ ബന്ധങ്ങളെ അവർക്ക് ശേഷം നമ്മൾ നിലനിർത്തണം. 4-മത്തെ എന്താ നിങ്ങള്? ആ മാതാപിതാക്കളുടെ സൗഹൃദങ്ങളെ, സുഹൃത്തുക്കളെ അവരുടെ കാലശേഷം നമ്മൾ ബഹുമാനിക്കണം. ഇത് രണ്ടൊന്ന് പറയേണ്ടിയുണ്ട് കേട്ടോ. ഞാൻ വിഷയത്തിന് മാറിപ്പോയിട്ടില്ലേ, എനിക്ക് വരികയാണ്. ഒന്ന്, ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ബാപ്പുള്ള കാലത്ത് അവിടെയൊക്കെ ഞങ്ങളെയും കൂട്ടിയൊക്കെ ചെറുപ്പത്തിൽ പോകാറുണ്ടായിരുന്നു, അവിടെയൊക്കെ കുറെ കുടുംബക്കാരുണ്ടായിരുന്നു, ഓലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീട്ടിലേക്കും വരാറുണ്ടായിരുന്നു. അവസാനം പോല് വന്നത് ബാപ്പ മരിച്ചെന്നാണ്, പിന്നെ ഓല് വന്നിട്ടുമില്ല, നമ്മൾ പോയിട്ടുമില്ല, ഓല എവിടെയൊക്കെ ഉള്ളത് നമുക്ക് അറിയുന്നില്ല, ഓല ആരാന്നെന്ന് നമുക്കറിയില്ല, ഫോൺ നമ്പറും ഇല്ല. പിന്നെ ഇപ്പൊ പുതിയ ട്രെൻഡ് ഉണ്ടല്ലോ, വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി കുടുംബ ബന്ധം, കുടുംബയോഗമൊക്കെ. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ചേർക്കുന്നല്ലാതെ ഒരു ബന്ധം ഓരായിട്ടില്ല.
സത്യത്തില് നമ്മൾ മരിച്ചാല് നമ്മുടെ മക്കൾക്ക് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യകർമ്മം എന്താ നിങ്ങള്? ആ ബന്ധങ്ങളെ ചേർക്കല. അതിനോൽക്കറിയോ? നമ്മൾ വിരുന്നു പോയപ്പോ എന്താ പറ്റിയേ? നമ്മൾ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് പരിപാടിക്ക് പോകുമ്പോ, കല്യാണത്തിന് പോകുമ്പോ കുടുംബസമേത പോകുക. പക്ഷെ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ സുഖമില്ലാതെ കിടക്കുകയാണെങ്കിലേ നമ്മളും പെണ്ണുങ്ങളും മാത്രമേ പോകുക. കുട്ടികളൊക്കെ പെരിയിലുണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, മരണ വീടുകളിലും രോഗികളുള്ള വീടുകളിലും ചെറുപ്പക്കാരുടെയും ബാല്യ കൗമാരങ്ങളുടെയും എണ്ണം വളരെ കുറവാ. റോട്ടിൽ കൂടെ അങ്ങനെ പോവാണ്. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ ഉണ്ട് പോകുന്നുണ്ട് റോട്ടിൽ കൂടെ. അപ്പൊ വണ്ടി ഇങ്ങനെ ഞാമയിക്കാണ്. അപ്പോ ബസ് ഡ്രൈവ് ചെയ്ത് ഞങ്ങളുടെ നാട്ടിലൊരു കാറ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നോക്കി, എന്താപ്പോ ആള് കൂടിക്കണല്ലോ. എന്നിട്ട് പറഞ്ഞ്, കല്യാണോ മരിപ്പോ ഇവ രണ്ടും തിരിച്ചറിയാൻ നല്ല ഒരു മാറ്റമല്ല. കല്യാണാണോ അതല്ല ഞാനേലും മരിച്ചതാണോ തിരിച്ചറിയാൻ ഒരു മാർഗമല്ല. അപ്പൊ മൂപ്പരിങ്ങനെ പറയണേ, ആ പോണതൊക്കെ വയസ്സന്മാരാ, മരിപ്പേക്കാൻ. ആ എന്തേ മരിച്ച വീട്ടിലേക്ക് ചെറുപ്പക്കാർക്കൊന്നും ഇതെന്താ പറയാലോ, കുട്ടിയൊക്കെ പേടിയാണ്. എന്ത് പേടി? മരിച്ചത് ഓല് കൊല്ലണ്. 13 വയസ്സായ പെൺകുട്ടിയാണ് വല്ലിപ്പാനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുക മാത്രമല്ല, അതിന്റെ വീഡിയോ കൂടി തത്സമയം കണ്ട് ലോകകപ്പും കൂടി അങ്ങനെ കണ്ടക്കൂല. അത്ര മനോഹരമായിട്ട് ആസ്വദിക്കുക. ഓൽക്ക് മരണത്തെ പേടി. നിങ്ങൾ കൊണ്ടേക്കണോ? ഒരു രോഗിനെ കാണാൻ പോകുമ്പോഴൊക്കെ കൊണ്ടോണ്ടേ താങ്ങിപ്പിടിച്ച് ആ മൂത്രമൊക്കെ വൃത്തിയാക്കുന്നത് അവർ ചെയ്യുന്നത് നമ്മുടെ മക്കൾ കാണുമ്പോഴല്ലേ നാളെ നമ്മളിങ്ങനെ തളർന്നു കിടക്കുമ്പോ നമ്മളെ താങ്ങാൻ അവർക്ക് തോന്നുക, അവർക്ക് പറ്റിയ ബന്ധങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ? നമ്മൾ ഒന്നുകൂടി ഈ റസൂൽ പറഞ്ഞേക്കണേ, ഇന്ത്യനാള് വരുമ്പോ മാതാപിതാക്കളൊക്കെ ഒഴിവാക്കപ്പെട്ട് സൗഹൃദങ്ങൾക്ക് ഭയങ്കര വിലയിക്കാരനാ. ആ കാലത്തെ നമ്മൾ സുഹൃത്തുക്കള് എത്ര ദൂരം, അവിടെ കാസർഗോഡ് നമ്മളെ ഒരു സുഹൃത്ത് രോഗമായി കിടക്കുകയാണെങ്കിൽ നമ്മൾ പോവും. തൊട്ടപ്പുറത്ത് എളാപ്പ മൂത്താപ്പ മക്കളോ വയ്യാതെ കിടക്കുകയാണെങ്കിൽ തിരിഞ്ഞു നോക്കൂല. അല്ലേ? ബന്ധങ്ങള് നമ്മുടെ തലമുറകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര ബാപ്പാരെ പേര് നമുക്കറിയാം. ബാപ്പാരെ പേര് പറഞ്ഞാല് ബാപ്പ വല്ലിപ്പ, അവരുടെ ബാപ്പ അബ്ദുള്ള, അല്ലെ? അവരുടെ ബാപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ ബാപ്പ അബ്ദു മനാഫ്. എത്ര എണ്ണം പഠിച്ചിക്കണേ? 20. അല്ലെ? എന്റെ വാപ്പാന്റെ പേര് ഹുസൈൻ എന്നാണ്. അതിന്റെ വാപ്പാന്റെ പേര് മുഹമ്മദ് എന്നാണ് ഞാൻ കേട്ടിക്കണത്. അതിന്റെ വാപ്പാന്റെ പേര് ഉണ്ണി മുഹമ്മദ് എന്നാണ്. 4ാമത്തെ തലമുറനെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല. നിന്റെ മക്കളോട് ചോദിച്ചു നോക്കി, ഓൾക്ക് ഇന്ന അറിയാം. എനിക്ക് ഇപ്പപ്പാന്റെ പേരറിയാം. ഇപ്പപ്പാന്റെ പേര് ഇപ്പപ്പാൻ തന്നെ, ഇപ്പപ്പാക്ക് പേരൊന്നില്ല അറിയും. ഇപ്പപ്പാന്റെ പേര് ഹുസൈൻ ആണെന്ന് പറഞ്ഞ ഇപ്പപ്പാക്ക് പേരൊന്നില്ല. വല്ലിപ്പാന്റെ പാപ്പാന അങ്ങനെ ഒരു സാധനം ഉണ്ട് തന്നെ ഒരു സമ്മതിക്കൂല. അല്ലേ? എന്താ കാരണം അറിയോ? നമ്മളെ കാരണക്കാര് നമ്മൾ ബന്ധങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല, പറഞ്ഞു കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുടുംബ ബന്ധം ചേർത്തു പിടിക്കുന്നതിന്റെ അനിവാര്യത, അതിന്റെ ഗൗരവം, ആ പഠിപ്പിച്ച പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നമ്മൾ പാലിക്കാത്തതിന്റെ അപകടങ്ങളും ദുരന്തങ്ങളും കുടുംബത്തെ മാത്രമല്ല മാതാപിതാക്കളെ പോലും തിരിഞ്ഞോക്കാത്ത മക്കള്. 4ാമത്തെ കാര്യം എന്താ അങ്ങനെ പറയട്ടോ, സുഹൃത്തുക്കളെ ആദരിക്കാൻ. പാപ്പാന്റെ ഇമ്മാന്റെ സുഹൃത്തുക്കളൊക്കെ പഴയ ആൾക്കാരേക്കാരം, ബേസന്മാരേക്കാരം. നമ്മളും അവരും തമ്മിൽ സംസാരിക്കാൻ പോലും ഒരു മേഖല ഉണ്ടാവില്ല. എന്നാലും ഓലെ ആദരിക്കുക, ബഹുമാനിക്കുക. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അദ്ദേഹം നാട്ടിലെ പൈസക്കാരനാ, നേതാവാ, ജനസ്വാധീനമുള്ള വ്യക്തിയാണ്. അദ്ദേഹം എപ്പോഴും കുലീനനായിട്ടാണ് നടക്കുക. നല്ല ഡ്രസ്സ്, അതിന്റെ മേലെ കോട്ട്, വില കൂടിയ തലപ്പാവൊക്കെ ഇട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അങ്ങനെ ജീവിക്കാൻ മാത്രമുള്ള സ്വത്ത് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അങ്ങനെ ജീവിക്കണം എന്നത് ബാധ്യതയായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പോ ഒരിക്കൽ അദ്ദേഹം എന്റെ കഴുതപ്പുറത്ത് ഇങ്ങനെ തലപ്പാവൊക്കെ വെച്ച് വില കൂടിയ വസ്ത്രമൊക്കെ ധരിച്ച് വലിയൊരു പുതപ്പൊക്കെ പുതച്ച് ഇങ്ങനെ പോകുമ്പോണ്ട് ഒരു അറാബി വളരെ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് പ്രായമായ സാധുവായൊരു മനുഷ്യണ്ട് റോഡിന്റെ വക്കത്ത് കൂടെ മെല്ലെ ഇങ്ങനെ പോണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പെട്ടെന്ന് തന്റെ വാഹനത്തെ നിർത്തിയിട്ടേ അതിന്റെ പുറത്തുനിന്ന് ചാടി ഇറങ്ങി ഈ പ്രായമായ മനുഷ്യനെ പിടിച്ച് അതിന്റെ പുറത്തിരുത്തിയിട്ട് ഈ അദ്ദേഹം പുതച്ചിരുന്ന ആ വില കൂടിയ പുതപ്പ് ആ മനുഷ്യനെ പുതപ്പിച്ചിട്ട് ആ കഴുതന്റെ കയറും പിടിച്ച് ഇങ്ങനെ നടക്കുക. ആൾക്കാരൊക്കെ അത്ഭുതപ്പെട്ട്. അപ്പൊ ഒരാൾ ചോദിച്ചു, യാ അബ്ദുള്ള, എന്തേലൊക്കെ ചില്ലറ പൈസ കൊടുത്താൽ തന്നെ തൃപ്തിപ്പെടുന്ന ഒരു സാധു അല്ലേ, അയാളെ ഇത്രമേൽ പരിഗണിക്കണോ? പറഞ്ഞു, റസൂല് പറയണേ ഞാൻ കേട്ടിക്കണ്, മാതാപിതാക്കൾ മരിച്ചാൽ അവരോടുള്ള കടമയിൽപ്പെട്ടതാണ് അവരുടെ സുഹൃത്തുക്കളെ ആദരിക്കണം. ഇയാള് എന്റെ വാപ്പാന്റെ സുഹൃത്തേയിരുന്നു. നമുക്ക് ഓർമ്മ ഉണ്ടോ വാപ്പാന്റെ സുഹൃത്തുക്കളെ? അന്നാ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ പോയി നോക്കിക്കണോ?
അതിന്റെ ഗുണം എന്താ നിങ്ങള് നമ്മളെ ബാപ്പാന്റെ അമ്മാന്റെ സുഹൃത്തുക്കളെടുത്ത് നിങ്ങൾ പോയി ഇരുന്ന് നോക്കേണ്ടി. ഓ ജിന്നാളെ മോനാലേ, ഓ നല്ല മനുഷ്യനെ കിട്ടോ, എന്തൊക്കെ സഹായങ്ങളാ എന്നെ സഹായിച്ച്, പടച്ചോൻ പുറത്തു കൊടുക്കട്ടെ, കൂലി കൊടുക്കട്ടെ, നിഷ്കളങ്കമായ പ്രാർത്ഥനകൾ 5 പൈസ ചെലവില്ലാതെ ബാപ്പാക്ക് അങ്ങനെ കിട്ടുക അല്ലേ. അപ്പോ ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ കുടുംബമായി ജീവിക്കുമ്പോ, കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ തോന്നിയ പോലെ തട്ടിപ്പടച്ചുണ്ടാക്കേണ്ട ഒരു പരിപാടിയല്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നടപ്പാക്കേണ്ട കേന്ദ്രങ്ങളല്ല നമ്മുടെ കുടുംബങ്ങൾ. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ ഒരു കൂടാരമല്ല അത്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായ രൂപരേഖയോടെ നമുക്ക് പഠിപ്പിച്ചു തന്ന അതിമനോഹരമായ ഒരു ജീവിത സംവിധാനം അല്ലേ. ഒന്നത് മനസ്സിലാക്കണം, അപ്പോഴേ നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവും. ഇത് ഞാൻ ഉണ്ടാക്കിയ ഈ ലോകത്തേക്ക് നമ്മൾ വരുന്ന തന്നെ ഒരു കുടുംബത്തിലെ അംഗമായിട്ട് അല്ലേ. ഇവിടെ വന്നിട്ടാണ് നമ്മൾ കുടുംബം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയേ അല്ലല്ലോ. ഞാൻ ഇവിടെ വരുമ്പം തന്നെ എൻ്റെ വാപ്പുണ്ട്, എൻ്റെ അമ്മ ഉണ്ട്, എളാപ്പ മൂത്താപ്പ അമ്മായി പെങ്ങന്മാര് എൻ്റെ മാമ്മോ അവരൊക്കെ ഇവിടെ റെഡിയാണ്. ഓരൊക്കെ ആശുപത്രിയിൽ ICUവിന്റെ ചില്ലുവാതിലൊക്കെ പുറത്ത് അല്ലെങ്കിൽ പ്രസവ വാർഡിന്റെ പുറത്ത് ഞാൻ നിൽക്കുക. അപ്പോഴാണ് ഞാൻ ജനിക്കണേ. ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് എന്നെ താങ്ങിപ്പിടിച്ച് ഓല കൈ കൊണ്ടേ കൊടുക്കുക, എന്തട്ടോ നിങ്ങളെ കുടുംബത്തിലേക്ക് വന്ന പുതിയ ആള്. അപ്പോഴാണ് ഞാൻ അങ്ങനെ നോക്കിയേ. ഞാൻ പോന്നപ്പോ കൊടുന്നല്ല, ഞാൻ ഇവിടെ എത്തും മുമ്പേ അള്ളാഹു എനിക്ക് വേണ്ടിയുള്ള കുടുംബത്തെ ഇവിടെ റെഡിയാക്കി വെച്ചിക്കണ്. ഞാൻ ആ കുടുംബത്തിക്ക് ചേർത്തിയൊക്കെയാണ്. പിന്നെ ആ കുടുംബത്തെ പൊളിക്കാനും അതിനെ ഇല്ലാതാക്കാനും തെറ്റിപ്പിരിഞ്ഞു മിണ്ടാതെ തിരിഞ്ഞു പോകാനൊക്കെ നമ്മക്ക് ആരാ അധികാരം തന്ന്, ആരാ സ്വാതന്ത്ര്യം തന്ന്? നമുക്ക് ഈ ലോകത്ത് കുറച്ചേ സ്വാതന്ത്ര്യമുള്ളൂ. നമ്മളെ പുതിയ മക്കളെ പറയല്ലേ, മൈ ലൈഫ് മൈ ചോയ്സ്. മൈ ലൈഫ് എന്ന എന്റെ ജീവിതത്തെ പറ്റി പറയാൻ എനിക്ക് എന്താ അധികാരമുള്ളത്? ഈ ജീവിതത്തിൽ അതിൻ്റെതാണ്, അത് ഞാൻ ഉണ്ടാക്കിയതാണ്, അത് ഞാൻ പ്ലാൻ ചെയ്തതാണ്, അതിൻ്റെ ആസൂത്രണമാണ്. ഈ ജീവിതത്തിൽ ഏതാ ശ്വാസോച്ഛ്വാസം? ഒരു സെക്കൻഡിൽ എത്ര വട്ടം? ഞാൻ കണക്കാക്കിയതാ. ഞാനൊരു സെക്കൻഡിൽ 25 വട്ടേ ശ്വാസം വലിക്കുള്ളൂ, അല്ലെങ്കിൽ 50 വട്ടേ ശ്വാസം വലിക്കുള്ളൂ. എൻ്റെ ഹൃദയം ഒരു മിനിറ്റിൽ ഇത്ര പ്രാവശ്യമേ അത് സ്പന്ദിക്കാൻ പാടുള്ളൂ. എൻ്റെ ശരീരത്തിൽ ഇത്ര രക്തം ഉണ്ടാവാൻ പാടുള്ളൂ, അത് ഇത്ര വേഗതയിലേ സഞ്ചരിക്കാൻ പാടുള്ളൂ. എൻ്റെ ആന്തരിക അവയവങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കാം. എനിക്ക് വല്ല സ്വാതന്ത്ര്യം ഉണ്ടോ കൂട്ടരെ? മൈ ലൈഫ് ഞാൻ ഇവിടെ ഒരു കാറ് നിർത്തിട്ടിട്ട് അത് റെന്റിനെടുത്ത കാറാണെങ്കിൽ അതിൻ്റെ കാറാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിയാക്കൂല. ഓന്റെ കാറ് അവിടുന്ന് വാടകയ്ക്ക് ഇട്ടല്ലേ, നാളെ തിരിച്ചു കൊടുക്കേണ്ടിയല്ലേ, എന്നിട്ട് ആ ഓന്റെ കാറ് അല്ലേ. സ്വാതന്ത്ര്യം നമ്മുടെ ശരീരത്തിൽ നമുക്കുണ്ടോ? മൈ ലൈഫ് എന്ന് എൻ്റെ ഈ ലൈഫിനെ കുറിച്ച്, എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ ഇൻസിഡൻസ്, ഓരോ സംഭവങ്ങളെ കുറിച്ച് എനിക്ക് എന്താ അറിയാം? എനിക്ക് എനിക്ക് അല്ല സ്വാതന്ത്ര്യം ആക്കൂടി. നാളെ ഇപ്പൊ ഞാൻ അസുഖം ബാധിക്കോ, സുഖം ഉണ്ടാവോ, എന്തൊക്കെ അറിയോ? ആർക്കെങ്കിലും അറിയോ? പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാ മൈ ലൈഫ് എന്ന് നമ്മുടെ ഈ ജീവിതത്തെ അത്ര അധികാരത്തോടെ കൂടി പറയാൻ നമ്മൾ എന്തുകൊണ്ടാണ് ശ്രമിക്കണേ? നമ്മുടെ മക്കൾ എന്തുകൊണ്ടാണ് ശ്രമിക്കണേ? അവരെ തെറ്റിദ്ധരിപ്പിച്ചേക്ക. സത്യത്തിൽ അങ്ങനെയല്ലല്ലോ. നമ്മുടെ ജീവിതത്തില് നമ്മുടേതെന്ന് പറയുന്ന സ്വാതന്ത്ര്യം അത് കുറച്ചുള്ളൂ. കാരണം എന്താ? നിങ്ങള് ഇപ്പൊ നോക്കി, ഈ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസമൊക്കെ നമ്മൾ പല്ല് വെക്കുന്നത് പോലെ നമ്മൾ അറിഞ്ഞ് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണെങ്കിലേ നമ്മളൊക്കെ എപ്പോഴോ മരിച്ചേക്കൂലേ. ഈ തിരക്കിൻ്റെ ഇടക്ക് ശ്വാസം കഴിക്കാനും പല്ലേക്കാൻ മറക്കുന്ന ആൾക്കാരല്ലേ 2 ദിവസമായി പല്ല് വെച്ചിട്ട്. എന്ത് നേരം കിട്ടണ്ടേ? ആ ജാതി തിരക്കുള്ള നമ്മളൊക്കെ ഈ ശ്വാസോച്ഛ്വാസം, ഈ ഹൃദയത്തിന്റെ മിടിപ്പൊക്കെ നമ്മളെ ഏൽപ്പിച്ചാണ്ടല്ലോ എന്നോ മയ്യത്തയക്കും. അതൊക്കെ നമ്മളറിയാതെ കൃത്യമായിട്ട് ഉറക്കത്തിലും ഉണർച്ചയിലൊക്കെ ചെയ്യല്ലേ. ഞാൻ ഇന്നലെ രസകരമായ ഒരു പോസ്റ്റ് വായിച്ചിട്ട. എന്താ അറിയോ? അത് ഞങ്ങളെ കോളേജിലെ അധ്യാപകർക്ക് വേണ്ടി ഒരു കോഴ്സ് നടത്തി. ഇതൊന്നുമില്ല, അവരെയൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടി, തെൻഷീത്തിന്റെ പേരിൽ ഒരു എനർജി, അതൊക്കെ എനർജി കൊടുക്കാനല്ലേ. അപ്പൊ അതിലൊരു സെഷനായിരുന്നു, നമ്മുടെ PV അബ്ദുൽ വഹാബ് സാഹിബാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അതിലൊരു സെഷനായിരുന്നു, എന്തറിയോ, സ്വപ്നം കാണാം. എൻ്റെ സ്ഥാപനം കുട്ടികൾ ഇങ്ങനെയാവണം എന്നതാണ് എൻ്റെ സ്വപ്നം. അപ്പൊ ഓരോ അധ്യാപകനും അവരുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കണം. അപ്പൊ അതിൽ പറഞ്ഞ സംഗതിച്ചല്ലേ, സ്വപ്നം എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. ആകപ്പാടെ രാത്രി കാണുന്ന സ്വപ്നങ്ങളിൽ നടക്കണ സ്വപ്ന താരങ്ങള് മൂത്രം ഒഴിക്കണ സ്വപ്നം കണ്ടാല് ട്രൗസർ നനഞ്ഞിട്ടുണ്ടാവും. അതാ അപ്പൊ ഞാനത് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനതൊന്ന് പരിശോധിച്ച് അതെന്താ അങ്ങനെ പറയാൻ കാരണം. അപ്പൊ അതിനൊരു ജെമിനി എനിക്കൊരു മറുപടി എന്താ നിങ്ങള്,
അത് മനുഷ്യന്റെ ശരീരത്തിലെ അത്ഭുതകരമായ ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് മൂത്രമൊഴിക്കാൻ എൻ്റെ ബ്ലാഡർ, മൂത്രം ഇങ്ങനെ വൃക്ക, രക്തം ശുദ്ധീകരിച്ച് തുള്ളി തുള്ളിയായി വീഴുന്ന മൂത്രം എൻ്റെ ബ്ലാഡറിൽ നിറഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ബ്ലാഡറിന് ഒരു മെസ്സേജിന്റെ തലച്ചോറിലേക്ക് പായില്ലേ, നിറഞ്ഞിക്കണ്, ടാങ്ക് നിറഞ്ഞിക്കണ്, വേഗം മോട്ടോർ ഓഫ് ആയിക്കോളി പറഞ്ഞമാർക്ക് വേഗം മൂത്രമൊഴിച്ചോളി. അപ്പൊ ഞാൻ വേഗം അടുത്ത് വല്ല പള്ളിയുണ്ടോ, പള്ളിക്കൂടുണ്ടോ, കുറ്റിക്കാടുണ്ടോ ഒക്കെ നോക്കി മൂത്രമൊഴിക്കും. പക്ഷേ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയമാണെങ്കിലേ ഈ ബ്ലാഡർ നിറഞ്ഞ മെസ്സേജ് തലച്ചോറിലേക്ക് പോയാലും നമ്മുടെ ഉറക്കിന്റെ ഇടക്ക് നമ്മളത് അറിയില്ല. അപ്പോ നമ്മുടെ തലച്ചോറ് കാണിക്കുന്ന അത്ഭുതകരമായ ഒരു സംഗതി അത്രേ, ഒരു സ്പെഷ്യൽ സ്വപ്നം നമ്മുടെ മനസ്സിലേക്ക്, ഒരു മൂത്രമൊഴിക്കുന്ന സ്വപ്നം. എവിടെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ എവിടെയാണെങ്കിലും ആ സ്വപ്നം തുടങ്ങുമ്പോൾ തന്നെ ആലോചിച്ചാൽ നിൽക്കേണ്ട, വേഗം ബാത്റൂം ഓടിക്കൊണ്ടി ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാല്, നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്കുള്ള സ്വാധീനം കുറച്ച. അതുകൊണ്ട് മൈ ലൈഫ് എന്നൊക്കെ ആണ്ട് പറയുമ്പോൾ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആ വാരിയല്ലുകൾക്കിടയിലെ ആ ചെറിയ മിടിപ്പുണ്ടല്ലോ, അതിമേലൊന്ന് തൊട്ടുനോക്കേണ്ടി. അപ്പം മനസ്സിലാവും പടച്ചോൻ തന്ന ജീവിതമാണ്. മനസ്സിലാവും. ആ പടച്ചോൻ തന്ന ജീവിതത്തിൽ പടച്ച റബ്ബിന്റെ കൽപ്പനകൾക്കും ആ പടച്ച റബ്ബിന്റെ നിർദ്ദേശങ്ങൾക്കുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ ജീവിതം സാർത്ഥമാകുന്നത്, അതതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുടുംബ ജീവിതത്തിന്റെ അടിത്തറ പാകുവാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കുമ്പോൾ അവിടെ പഠിപ്പിച്ച ഒന്നാമത്തെ സംഗതി അതാ. എന്താണ്? ലോകത്തെങ്ങനെയാ പുതിയ കുടുംബം ഉണ്ടാവല്? നിങ്ങൾക്ക് അറിയില്ലേ? എങ്ങനെയാ പുതിയ കുടുംബം ഉണ്ടാവല്? ഇവിടുന്ന് ഒരു ആൺകുട്ടി, ഇവിടുന്ന് ഒരു പെൺകുട്ടിയെ അള്ളാന്റെ നിയമപ്രകാരം നിക്കാഹ് ചെയ്ത് അവർ രണ്ടുപേരും ഒന്നാകുമ്പോ ഒരു പുതിയ കുടുംബം ഉണ്ടാവും. അതാണ് ഒരു പുതിയ കുടുംബത്തിന്റെ ഉത്ഭവം. എന്നാ പിന്നെ ഒരു രണ്ടാളോട് പോകുക അല്ല, അവർ ഒരുമിച്ച് കൂടുമ്പോ ഓരോ രണ്ടാളും അല്ല, ഒരുപാട് ആളുകളെ ഒരുമിച്ച് കൂടുന്നേ. ഓന്റെ കുടുംബം, ഓന്റെ അമ്മായികള്, എളാപ്പമാര്, ഭർത്താവിന്റെ കൂട്ടക്കാര്, കുടുംബക്കാര്, പെണ്ണിന്റെ ഒക്കെ ഇതൊക്കെ ചേർന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ ഒന്നും കൂട്ടുമ്പോ രണ്ടല്ല, ഒന്നും കൂട്ടുമ്പോ ഇമ്മിടി വലിയ ഒന്നാവും. ചില ആൾക്കാർ ഭർത്താക്കന്മാര് പറയും, നിന്റെ തന്തയല്ലേ, നിന്റെ തള്ളയല്ലേ. ആരോട്? തന്റെ ഭാര്യയോട്. ആരാണ് ഈ തന്തിയും തള്ളയൊക്കെ? തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും തനിക്ക് കാവലാകാൻ ഒരു പെൺകുട്ടിയെ കേടുപാട് കൂടാതെ വളർത്തി വലുതാക്കി ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയിൽ എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്ന ആ പെൺകുട്ടിയുടെ മാതാവിനെ തള്ള, പാപ്പാനെ തന്താന്നൊക്കെ വിളിക്കാൻ ഒരുത്തന് തോന്നണമെങ്കിലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കുടുംബ ബന്ധത്തിന്റെ ബാലപാഠം പോലും ഓന് മനസ്സിലായിട്ടില്ല എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ. ആരും ആരാധനകൾ കൊണ്ട് മാത്രം സ്വർഗത്തിലെത്തൂല. നിങ്ങൾക്കൊക്കെ തെറ്റിദ്ധാരണ? ഇബാദത്ത് കൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിലെത്തുന്നു ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, സൽ സ്വഭാവികളാണ്, സൽ സ്വഭാവമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിലെത്തിക്കാന്ന. നരകത്തിലെത്തിക്കുന്ന ദുസ്വഭാവമാണ്. ഈ സൽ സ്വഭാവത്തെ പറ്റി പറഞ്ഞപ്പോ റസൂൽ പറയണേ, നിങ്ങളിൽ ഏറ്റവും നല്ല സൽ സ്വഭാവി നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഞാൻ എൻ്റെ ജീവിത പങ്കാളികളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. റസൂല പറഞ്ഞു, എനിക്ക് സ്വർഗത്ത് പോകണമെങ്കിലേ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടണം. അത് ഞാൻ അവസാനം പഠിച്ച കോളേജിലെ പ്രിൻസിപ്പാൾ ഒപ്പിട്ടതായ പോരാ, അതിൻ്റെ ഭാര്യൻ്റെ ഒക്കെ കിട്ടേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പ്രവാചകനെ കുറിച്ച് പ്രവാചകന്റെ ഭാര്യമാരോട് ചോദിച്ച ആ ചോദ്യങ്ങളിലൊക്കെ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പൂർണ്ണത നിറഞ്ഞു നിൽക്കുന്നത് കാണൂലേ നമ്മള്? വഹിയുമായി ഇസ്ലാമിന്റെ മുമ്പ് പ്രവാചകൻ വഹിയ കിട്ടി പേടിച്ചു വിറച്ച് ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് ഓടിക്കതച്ചു വന്ന് പനിച്ചു വിറച്ച് മൂടിപ്പൊതച്ച് കിടക്കുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെ ആശ്വസിപ്പിച്ച രീതി ഏതാ? അങ്ങ് ആരാണ്? ഇങ്ങെന്തിനാ ബേജാറാവിടെ? എല്ലാ നന്മകളുടെയും പൂർണ്ണത, പാവങ്ങളെ സഹായിക്കുന്നു, പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസമാകുന്നു, ഭാരം വഹിക്കുന്നവർക്ക് താങ്ങാവുന്നു, കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നു, നന്മയുടെ ആൾ രൂപം. നിങ്ങൾ എന്തിനു പേടിക്കണം? നമ്മളൊക്കെ വീണാല് പെണ്ണുങ്ങൾ എന്താ പറയാ? അതിന്റെ മനസ്സാ, നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തില്ലേ, അപ്പോഴേ എന്റെ മനസ്സിലുണ്ട് നിങ്ങൾ കുടുങ്ങുന്നു. ഓരോന്നും ഇങ്ങനെ കുത്തി കുത്താരോ. നന്മകൾ നമ്മളെയൊക്കെ അങ്ങോട്ട് കിട്ടണ്ടേ, അപ്പോഴല്ല അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുള്ളൂ അല്ലേ? അപ്പൊ നമ്മുടെ
ജീവിത പങ്കാളികളോട്, ആണാവട്ടെ പെണ്ണാവട്ടെ, ജീവിത പങ്കാളികളോട് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ മക്കൾ, ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടിയുടെ, ഇസ്ലാം മതം നല്ല ഒരു പെൺകുട്ടി, സാധാ പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഒരു കുറിപ്പ് വായിച്ചേ. ഞാൻ പ്രണയം കണ്ടത് എൻ്റെ മാതാപിതാക്കളുടെ പ്രണയത്തിൽ നിന്നാണ്. ഞാൻ സ്നേഹം അറിഞ്ഞത് എൻ്റെ മാതാപിതാക്കളുടെ സ്നേഹത്തിൽ നിന്നാണ്. വലിയൊരു സംഗതിയാണ്. നമ്മുടെ കുട്ടികളൊക്കെ പ്രണയങ്ങളൊക്കെ കാണുന്നത് റീലുകളിൽ നിന്നാണ്, സിനിമകളിൽ നിന്നാണ്, ചാനലുകളിൽ നിന്നാണ്. അതാവട്ടെ മുഴുവനും തല കുത്തിമറിഞ്ഞ വൃത്തികെട്ടതാ. അതുകൊണ്ട് തന്നെ അവർക്ക് മാതാപിതാക്കളെ സ്നേഹിക്കാനോ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാനോ പറ്റണില്ല. പ്രണയവും സ്നേഹവും ഒക്കെ അവർ വീട്ടിൽ നിന്ന് കാണണം. ബാപ്പയും ഉമ്മയും സ്നേഹിക്കുന്ന ഇപ്പൊ എന്താ കുട്ടികൾ കല്യാണം വേണ്ടാറിന് ചോദിച്ചോ കാണി, എന്താ പെൺകുട്ടികൾ കല്യാണം വേണ്ടാറിന്? ഞാൻ സൂചിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ സ്നേഹം, നമ്മുടെ പ്രണയം, ആദരവ്, കടപ്പാട്, അത് പൂർണ്ണമാക്കാനുള്ള നമ്മുടെ ആദ്യ ശ്രമങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം. ആ പ്രവാചകൻ പഠിപ്പിച്ച മനോഹരമായ ജീവിത രീതികളും ചര്യകളും നമ്മുടെ കുടുംബങ്ങളിൽ, മക്കളിലൂടെ അത് നിലനിൽക്കണം. സാധാരണ ഒരു പ്രസംഗം നടക്കുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു വാചകല്ലേ, അത് കേൾക്കാതെ നിങ്ങൾ പ്രസംഗം കേട്ടക്കൂല. ഞാൻ അത് പറയാഞ്ഞ് എൻ്റെ സമയക്കുറവ് കൊണ്ട. എന്താണ്? വഖൈറൽ ഖലാമി കലാമുല്ലാഹ്. ഈ ലോകത്തിലെ വാക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് അള്ളാഹുവിൻ്റെ വാക്കുകളായ ഖുർആനാണ്. വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് ഒരു മനുഷ്യന് പിൻപറ്റാവുന്ന മാതൃകകളിൽ ഏറ്റവും നല്ല മാതൃക ഫുട്ബോൾ കളിക്കാരോ സെലിബ്രിറ്റികളോ സിനിമാ താരങ്ങളോ രാഷ്ട്രീയക്കാരോ ഒന്നുമല്ല. അവർ മുടി വെട്ടിയതുപോലെ, അവർ കുപ്പായിട്ടതുപോലെ, അവർ പാൻ്റ് ഇട്ടതുപോലെ, അങ്ങനെയല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ലോകത്തിലെ ഒരു മനുഷ്യനെ അനുകരിക്കാവുന്ന, അനുധാപനം ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ മാതൃക. പറഞ്ഞാൽ പോരാ, സ്റ്റേജുമ പോരാ, നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, മക്കളിൽ, വളർത്തലുകളിൽ, സ്വഭാവ സവിശേഷതകളിൽ, മര്യാദകളിലൊക്കെ അതുണ്ടാവണം. അപ്പോൾ മനോഹരമായ ഒരു കുടുംബം പിറക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് അതൊരു വലിയ പാടേക്കാരം. അവർ മുഹമ്മദ് നബിയുടെ മാർഗത്തെ പിൻപറ്റുന്നവരാണ്, ആ മാർഗം മനോഹരമാണ് എന്ന് നമ്മുടെ ചുറ്റുപാടുകളെ അറിയിക്കാൻ ഇതിലും നല്ല ഒരു മാർഗം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയേറെ സമൂഹത്തിൽ, രാജ്യത്തൊട്ടാകെ, ലോകത്തൊട്ടാകെ ഈ രൂപത്തിൽ പ്രവാചകനെ പറ്റി വേണ്ടാത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കാലത്ത് ആ പ്രവാചക ചര്യയുടെ സുന്ദര രൂപങ്ങളായി മാറാനും അതിൻ്റെ പ്രചാരകരാവാനും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായ ജീവിതത്തെ പിൻപറ്റി ജീവിക്കുവാനുള്ള ഈമാനും ഇഖ്ലാസും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ആ പ്രവാചകനെ കണ്ണു നിറയെ കണ്ട് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ. രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ അല്ലാഹു ശിഫ നൽകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.